നമസ്കാരം. ന്യൂസ് 18 പൊതുവേദിയിലേക്ക് സ്വാഗതം. പൊതുവേദിയുടെ എല്ലാ പ്രേക്ഷകർക്കും വിഷു ആശംസകൾ ആദ്യം തന്നെ നേരുകയാണ്. നമ്മുടെ ഇന്നത്തെ വിഷയം പ്രധാനമന്ത്രി നരേന്ദ്രമോദി വഖഫ് നിയമ ഭേദഗതിക്ക് ശേഷം ആദ്യമായിട്ടാണ് ഇന്ന് അതേക്കുറിച്ച് പ്രതികരിച്ചത്. ഇന്ന് ഒരു ചടങ്ങിൽ അദ്ദേഹം പറഞ്ഞത് വഖഫ് ഒരു ഭൂമാഫിയയാണ്. പാവപ്പെട്ട ആളുകളുടെ, ആദിവാസികളുടെ, പിന്നാക്കക്കാരുടെ, ദളിതർക്ക്, സ്ത്രീകൾക്ക്, മുസ്ലിം വിഭാഗത്തിൽ തന്നെ പാവപ്പെട്ട ആളുകൾക്ക് ഇവർക്കൊക്കെ ലഭിക്കേണ്ട ഭൂമിയാണ് ഈ ഭൂമാഫിയായ വഖഫ് തട്ടിയെടുത്ത് വെച്ചുകൊണ്ടിരിക്കുന്നത്. വഖഫിൻ്റെ കയ്യിൽ ഇത്രയേറെ ഭൂമി ഉണ്ടായിട്ടും മുസ്ലിം സമുദായത്തിൽ തന്നെ പാവപ്പെട്ട ആളുകൾക്ക് ഇതുകൊണ്ട് എന്ത് പ്രയോജനം എന്നുള്ള ഒരു ചോദ്യം കൂടി പ്രധാനമന്ത്രി ഉന്നയിക്കുന്നു. വളരെ വിവാദമായ വഖഫ് ഭേദഗതി ബില്ലിൽ പ്രധാനമന്ത്രി പറയുന്നത് ഇതൊരു ഭൂമാഫിയാണെന്നും അതുകൊണ്ട് സാധാരണക്കാരായ മുസ്ലിങ്ങൾക്ക് യാതൊരു പ്രയോജനവുമില്ലെന്നും ഇത് ഭൂമാഫിയയ്ക്ക് മാത്രമാണ് പ്രയോജനം, കോൺഗ്രസ് ആണ് ഇതിനെല്ലാം ഉത്തരവാദി എന്നുകൂടി അദ്ദേഹം പറഞ്ഞു വെക്കുന്നു. ഈ വിഷയമാണ് ഇന്ന് ന്യൂസ് 18 പൊതുവേദി ചർച്ച ചെയ്യുന്നത്. പ്രേക്ഷകർക്കും പ്രതികരിക്കാം. ആലത്തൂരിൽ നിന്നും ശ്രീ മോഹൻദാസ് ആണ് ആദ്യ പ്രേക്ഷകനായി എത്തുന്നത്. ശ്രീ മോഹൻദാസ്, എന്തായാലും താങ്കൾക്ക് വിഷു ആശംസകൾ. അതോടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ഉന്നയിച്ച ഒരു പ്രധാനപ്പെട്ട വിഷയമുണ്ട്. ഈ വഖഫ് ഭൂമിയൊക്കെ ഭൂമാഫിയയുടെ കയ്യിലാണ്, അതുകൊണ്ട് സാധാരണക്കാരായ മുസ്ലിങ്ങൾക്ക് ഒരു പ്രയോജനം ഒന്നും ലഭിക്കുന്നില്ല എന്നൊക്കെയാണ് അദ്ദേഹം പറയുന്നത്. അങ്ങനെയാണെങ്കിൽ മറിച്ച് ചില ചോദ്യങ്ങൾ കൂടി സ്വാഭാവികമായും എല്ലാവരുടെയും മനസ്സിൽ വരും. ഏത് മതത്തിൻ്റെ ആയാലും അത്തരം സ്ഥാപനങ്ങൾക്കൊക്കെ വൻകിട സ്വത്തുകളൊക്കെ ഇല്ലേ, അവർക്കൊക്കെ ആ സ്വത്ത് കൊണ്ട് സാധാരണക്കാർക്ക് എന്താണ് പ്രയോജനം എന്നുള്ള ചോദ്യം കൂടിയുണ്ട്. എന്തായാലും താങ്കൾക്ക് എന്താണ് ഈ വിഷയത്തിൽ പറയാനുള്ളത്? എനിക്ക് ന്യൂസ് 18 അല്ലെങ്കിൽ പൊതുവേദി തരുന്ന ഒരു കൈനീട്ടമാണത്. കാരണം വിഷു ദിവസം ആദ്യമായിട്ട് എനിക്ക് കിട്ടിയത്. ഹാപ്പി വിഷു മോഹൻദാസ് ഒക്കെ നമ്മുടെ സ്ഥിരം പ്രേക്ഷകനാണല്ലോ. എന്തായാലും താങ്കൾക്ക് തന്നെ ആദ്യം കിട്ടിയതിൽ പ്രത്യേക സന്തോഷം. എനിക്ക് ഒരു വിഷുവായിട്ട് ബന്ധപ്പെട്ട ഒരു ആഡിൽ ഇപ്പൊ എനിക്കൊരു 35 സെക്കൻഡ് തന്നാൽ മതി. 35 സെക്കൻഡ് എനിക്ക് തന്നില്ലെങ്കിലും വരില്ല. 35 സെക്കൻഡ് വേഗം പറയാം. കൊമ്മപ്പൂവിലും നിന്റെ കിങ്ങിണി നിറം മന്ദാര പുഷ്പങ്ങളായി നിന്മന്ദസ്മിത കാന്തി വിൺമിഴികൾക്കുന്ന ശംഖു പുഷ്പങ്ങളായി നിന്നെ ഈ ശോഭകളിന്ദ്രനീല പത്താട പങ്കയിലും കണ്ണാ മറ്റൊരു പുണ്യമെന്ന്. ശരി ശ്രീ മോഹൻദാസ്, ഇത് ആരുടെ വരികളാണ്? ഇത് വരികളറിയില്ല, നമ്മുടെ ദാസേട്ടൻ പാടി വെച്ച പാട്ടുമാണ്. ശരി, ഓക്കെ. എന്തായാലും ശ്രീ മൊയ്തീൻ കുഞ്ഞാണ് കായംകുളത്ത് വന്നത്. ശ്രീ മൊയ്തീൻ കുഞ്ഞ്, ഈ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറയുന്നത് വഖഫ് ഒരു ഭൂമാഫിയയുടെ കയ്യിലാണ്, ആ ഭൂമിയെല്ലാം സാധാരണക്കാരായ മുസ്ലിങ്ങൾ അടക്കമുള്ള മറ്റ് ജനവിഭാഗത്തിനൊന്നും ഇതുകൊണ്ട് യാതൊരു പ്രയോജനമില്ല എന്ന് കൂടി പറയുന്നു. എന്താണ് താങ്കളുടെ അഭിപ്രായം? ശ്രീ മൊയ്തീൻ കുഞ്ഞ് കേൾക്കാമോ? കേൾക്കാം. പറഞ്ഞോളൂ. പിന്നെ വഖഫ് ഭൂമി പൊതുജനങ്ങളുടെ ആണെന്ന് അദ്ദേഹം പറയുന്നത്, മുസ്ലിങ്ങൾക്കാർക്കും അതുകൊണ്ടൊരു ഗുണമില്ലെന്നും പറയുന്നത്. പക്ഷെ ഈ ചർച്ചിന്റെ കയ്യിലിരിക്കുന്നതും ദേവസ്വത്തിന്റെ കയ്യിലിരിക്കുന്നതൊക്കെ ഏതാ? സ്വന്തം ഭൂമിയാ? അവര് കാശ് കൊടുത്ത് വാങ്ങിച്ചതാണോ? ഇതെല്ലാം എന്ന് പറയുന്നത് ഓരോരുത്തർ കൊടുക്കുന്ന ഭൂമികളാണ്. ഇപ്പൊ വഖഫിന്റെ ഭൂമി എന്ന് പറഞ്ഞാൽ അത് മറ്റൊരാളുടെ കൈമാറ്റം ചെയ്യാൻ പാടില്ല. അത് സാധാരണക്കാർക്കായിരുന്നാലും സാമ്പത്തികമുള്ളവനായിരുന്നാലും ആർക്കായിരുന്നാലും തിരിച്ച് കൈമാറ്റം ചെയ്യാൻ യാതൊരു അർഹതയില്ല. ആ ഭൂമി കടന്ന് നഷ്ടപ്പെട്ടു പോകുന്നതല്ലാതെ കൊണ്ട് അത് ആർക്കും കൊടുക്കാൻ പറ്റുന്ന ഒരു കാര്യമില്ല. അപ്പൊ ഇപ്പം ഈ ബില്ല് പാസ്സായി കഴിഞ്ഞതിന് ശേഷം ആദ്യമേ പറഞ്ഞ എന്തുവാ, ചർച്ചുകാരുടെ കയ്യിലാ, ക്രിസ്ത്യൻസിന്റെ കയ്യിലാ ഏറ്റവും കൂടുതൽ ഭൂമി എന്ന് പറയുന്നത്. ഇത് എവിടെ? ശരി, താങ്കളുടെ അഭിപ്രായം വളരെ വ്യക്തമാണ്. മുഹമ്മദ് ഖാനാണ് ആറ്റിങ്ങലിൽ നിന്നും. ശ്രീ മുഹമ്മദ് ഖാൻ, താങ്കൾക്ക് എന്താണ് ഈ വിഷയത്തിൽ അഭിപ്രായം പറയാനുള്ളത്? സാർ, ഈ വിഷയത്തിലൊക്കെ കുറച്ച് പറയണ ആദ്യമേ ഹാപ്പി വിഷു, എല്ലാവർക്കും ഹാപ്പി വിഷു, പ്രേക്ഷകർക്കും. എനിക്ക് ഈ വിഷയത്തിൽ പറയാനുള്ളതെന്ന് പറഞ്ഞാൽ, ഇപ്പം നമ്മുടെ രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയുടെ ഈ വാക്കുകൾ തീർത്തും ദുഃഖകരമാണ്. ഇങ്ങനെ ഒരു വാക്കുകൾ പറയാൻ പാടില്ലായിരുന്നു. കാര്യം എന്ന് പറഞ്ഞാൽ രാജ്യത്ത് വിവിധ വിഭാഗങ്ങളിലുള്ള മതവിഭാഗങ്ങളുണ്ട്. മതവിഭാഗങ്ങളിൽ ഭൂമി ഇതുപോലെ ദാനം ചെയ്തിട്ടുണ്ട്. അതായത് ഇപ്പൊ വഖഫ് ഭൂമി അത് മുസ്ലിങ്ങൾ ദാനം ചെയ്യുന്നു, അതുപോലെ ദേവസ്വം ഭൂമി, ചർച്ച് ഭൂമി, അങ്ങനെയൊക്കെ എല്ലാവരും ദാനം ചെയ്തിട്ടുണ്ട്. അതൊക്കെ ഒരു വിശ്വാസത്തിന്റെ ഭാഗമായിട്ടുള്ളതാണ്. അത് ഇപ്പൊ ഭൂമാഫിയാണെന്നൊക്കെ പറയുന്നത് വളരെ വേദനാജനകമായിട്ടുള്ള ഒരു കാര്യമാണ്. ശരി, താങ്കളുടെ അഭിപ്രായം വളരെ താങ്കളുടെ അഭിപ്രായം വളരെ വ്യക്തമാണ്.
ഏത് ആരാധനാലയമായാലും ഏത് മതത്തിൻ്റെ ആരാധനാലയം മഹാഭൂരിപക്ഷം ഭൂമിയും ഇങ്ങനെയൊക്കെ ലഭിക്കുന്നതൊക്കെ തന്നെയാണ്. നമുക്ക് മറ്റൊരു പ്രശ്നത്തിലേക്ക് കൂടി പോകേണ്ടതുണ്ട്. മുഹമ്മദ് ഖാനാണ്. ശ്രീ മുഹമ്മദ് ഖാൻ, താങ്കൾക്ക് എന്ത് തോന്നുന്നു? പ്രധാനമന്ത്രി പറഞ്ഞത് വഖഫിൻ്റെ ഭൂമി കൊണ്ട് സാധാരണക്കാരായ മുസ്ലിങ്ങൾക്ക്, പാവപ്പെട്ട മുസ്ലിങ്ങളെ സഹായിക്കുന്നത് കേന്ദ്ര സർക്കാരാണ്, അവർക്ക് പോലും ഇതുകൊണ്ടൊരു പ്രയോജനമില്ല, പിന്നെ എന്തിനാണ് ഇങ്ങനെ ഒരു ഭൂമി എന്നൊക്കെ. ശ്രീ പ്രദീപാണ് തിരുവനന്തപുരത്ത് നിന്നും. ശ്രീ പ്രദീപ്, താങ്കൾക്ക് പറയാം. നേരത്തെ ശ്രീമാൻ മൊയ്തീൻ ഒരു കാര്യം പറഞ്ഞിരുന്നു. അദ്ദേഹത്തിന്റെ അഭിപ്രായത്തിൽ നിന്ന് പൂർണ്ണമായിട്ടും ഞാൻ യോജിക്കുന്നില്ല. കാരണം അദ്ദേഹത്തിന് വ്യക്തമായിട്ട് വഖഫ് ബോർഡ് എപ്പോഴാണ് വന്നതെന്നും ആ അമൈൻമെന്റ് 2013 അത് പൂർണ്ണമായിട്ടും ദോഷം ചെയ്തത് എന്നും അവർക്ക് അറിഞ്ഞുകൂടാ. കാരണം അന്ന് 2013 ഏത് സർക്കാരാണോ കേന്ദ്രത്തിൽ അധികാരത്തിൽ ഇരുന്നപ്പോഴത്തേക്ക് ഒരു വിഭാഗം ആൾക്കാരുടെ പ്രീതി പിടിച്ചു പറ്റുന്നതിന് വേണ്ടി മാത്രമാണ് ആ വഖഫ് ബോർഡ്. ശ്രീ പ്രദീപ്, നമ്മുടെ ചോദ്യം അല്ല, നമ്മുടെ അത്തരം വിഷയത്തിലേക്കൊക്കെ അതിൻ്റെ ആരൊക്കെ ഏതൊക്കെ ഭേദഗതി വരുത്തിയ വിഷയത്തിലേക്കൊക്കെ പോകാൻ നമുക്ക് തൽക്കാലം അത്രയും കഴിയില്ല. നമ്മുടെ ചോദ്യം ഇതാണ്: വഖഫിൻ്റെ ഭൂമി ഒരു ഭൂമാഫിയ ആണ് എന്നൊക്കെ പറയുന്നു, അത് സാധാരണക്കാരായ ആൾക്ക് പ്രയോജനമില്ല എന്നൊക്കെ പറയുന്നു. അങ്ങനെയാണെങ്കിൽ നേരത്തെ ഈ മൊയ്തീൻ കുഞ്ഞ് ചോദിച്ച ചോദ്യം ഇത് തന്നെയാണ് അല്ലേ? ദേവസ്വം ബോർഡിൻ്റെ ഭൂമിയാണെങ്കിലും ക്രൈസ്തവ ആരാധനാലയം ഏത് മതത്തിൻ്റെ ആയിക്കോട്ടെ അവരുടെയൊക്കെ ഉണ്ടാകുന്ന ഇത്തരം ഭൂമിയൊക്കെ അങ്ങനെയുള്ള ഭൂമിയല്ല. അതൊക്കെ കൊണ്ട് ആ മതത്തിൽപ്പെട്ട സാധാരണക്കാർക്ക് എന്തെങ്കിലും ഗുണമുണ്ടോ എന്ന് ചോദിച്ചാൽ എന്തെങ്കിലും ഗുണമുണ്ടോ? ഇല്ലല്ലോ. ഇല്ല, അതില് പൂർണ്ണമായിട്ടും ദേവസ്വം ബോർഡ് ഭൂമിയായാലും ചർച്ചിന്റെ ഭൂമിയായാലും വഖഫ് ബോർഡിന്റെ ഭൂമിയായാലും സാധാരണക്കാരന് ഒരു മതത്തെ മാത്രമായി എടുത്ത് പറയുന്നത് ശരിയാണോ? ഇല്ല 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 ശരി, ഇല്ല. ഒരു 3 വിഭാഗത്തിനും അതിന് പൊതുജനങ്ങൾക്ക് ഒരു പ്രയോജനവും ഇല്ല എന്ന് തന്നെ പറയാം. ഓക്കെ ഓക്കെ, അങ്ങനെയാണെങ്കിൽ ശരി. ഓക്കെ, നമുക്ക് മറ്റൊരു പ്രശ്നത്തിലേക്ക് കൂടി പോകേണ്ടതുണ്ട്. ശ്രീ ശ്രീമതി ജയ ആണ് കൊല്ലത്ത്. ശ്രീമതി ജയ, ഈ വഖഫ് നിയമ ഭേദഗതിക്ക് ശേഷം നരേന്ദ്രമോദി ഇന്ന് ആദ്യമായി പ്രധാനമന്ത്രി ആ വിഷയത്തിലൊരു വിശദീകരണമല്ല, ഒരു കുറ്റാരോപണമൊക്കെ കോൺഗ്രസിനെതിരെ ഉന്നയിക്കുന്നു. അതോടൊപ്പം തന്നെ ഈ വഖഫ് ഭൂമിയൊക്കെ വൻകിട ഭൂമാഫിയയുടെ കയ്യിലാണ്, അതുകൊണ്ട് സാധാരണക്കാരുടെ ഭൂമി കിട്ടാൻ വേണ്ടിയുള്ള ഒരു നിയമ ഭേദഗതിയാണെന്നൊക്കെയാണ് അദ്ദേഹം പറയുന്നത്. എന്താണ് താങ്കളുടെ അഭിപ്രായം? നമസ്കാരം കിരൺ. നമസ്കാരമുണ്ട്. കോൺഗ്രസിനെ കുറ്റപ്പെടുത്തി ഇങ്ങനെ മുമ്പോട്ട് പോകാം എന്നാണ് പുള്ളി വിചാരിക്കുന്നത്. ഭൂമാഫിയ ആയാലും എന്തായാലും അതങ്ങ് ശരിയാക്കി കൊടുക്കും. ഇത്രയോ 11 വർഷമായില്ലേ, പാവത്തുങ്ങൾക്ക് അതങ്ങ് ശരിയാക്കി അവരവരുടെ ഇടപാടുകൾ തീർത്തു കൊടുക്കുക. അതാണ് എന്റെ അഭിപ്രായം. ശരി, ഓക്കെ. എന്തായാലും ബാലകൃഷ്ണനാണ് വടകരയിൽ നിന്നും. ശ്രീ ബാലകൃഷ്ണൻ, ഇന്ന് പ്രധാനമന്ത്രി പറഞ്ഞത് താങ്കളും കേട്ട് കാണും എന്ന് പ്രതീക്ഷിക്കുന്നു. വഖഫ് ഒരു ഭൂമാഫിയാണ് എന്നൊക്കെയാണ് അദ്ദേഹം പറയുന്നത്. എന്താണ് താങ്കൾക്ക് അതേക്കുറിച്ച് പറയാനുള്ളത്? കിരൺ സാർ നമസ്കാരം. നമസ്കാരമുണ്ട്. ഭൂമാഫിയ തന്നെയാണ് വഖഫ്. പിന്നെ കോൺഗ്രസിനെ അല്ലാതെ പിന്നെ ആരെയാ കുറ്റം പറയാ? ഈ അമിറ്റ്മെന്റ് ഒക്കെ ചെയ്തു കൊടുത്ത കോൺഗ്രസിനല്ലാതെ മറ്റാരെയാ പ്രധാനമന്ത്രി പറയാ? BJP ഏറ്റെടുക്കണം. ഈ വഖഫ് ഭൂമാഫിയാണെന്ന് പറയുമ്പോൾ ശ്രീ ബാലകൃഷ്ണൻ, അപ്പോൾ ഈ നേരത്തെ മൊയ്തീൻ കുഞ്ഞിനെ ചോദിച്ചൊരു ചോദ്യം ഉണ്ടല്ലോ, അങ്ങനെയാണെങ്കിൽ ഹിന്ദു ദേവസ്വം ബോർഡിന്റെ ഭൂമിയും അല്ലെങ്കിൽ ക്രിസ്ത്യൻ ആരാധനാലയങ്ങളുടെ ഭൂമിയും ചർച്ചുകളുടെ ഭൂമിയും എല്ലാം ഇതെല്ലാം ഇങ്ങനെയൊക്കെ കിട്ടിയതല്ലേ? ഞാനും താങ്കളും ഈ കേരളത്തിലല്ലോ അല്ലേ സാർ വസിക്കുന്നത്? അതെ. ഈ കേരളത്തിൽ എവിടെയാണ് സാർ ഒരു ദേവസ്വം ബോർഡ് ജനങ്ങൾ തിങ്ങി പാർക്കുന്ന പാർപ്പിടം പൊളിച്ചിട്ട് ദേവസ്വം ബോർഡിന് എവിടെയാ സാർ കേരളത്തിലൊരു ഭൂമിയുള്ളത്? അതല്ലല്ലോ വിഷയം. അത് ദേവസ്വം ബോർഡിന്റെ ഭൂമിയല്ല, ആരുടെ ഭൂമിയായാലും അതൊക്കെ തർക്ക വിഷയമായ ഒരു വിഷയം. അതല്ലല്ലോ, ഒരു ഇന്ത്യയിൽ ആകമാനമുള്ള വഖഫിന്റെ ഭൂമിയെ കുറിച്ച് ഭേദഗതി വരുന്നത് ഈ മുരമ്പം വിഷയത്തിൽ മാത്രമാണ്. അല്ലല്ലോ, ഒരു ഇത് വെക്കുന്നുണ്ട്, സൂചന വെച്ചിട്ട് പോരുന്നു. അല്ല, സൂചനയല്ല ശ്രീ ബാലകൃഷ്ണൻ. ഞാൻ ഒരു സംശയം ചോദിച്ചോട്ടെ, കേരളത്തിലെ ദേവസ്വം ബോർഡിന്റെ ഭൂമിയെല്ലാം, ദേവസ്വം ബോർഡിന് കിട്ടിയ ഭൂമിയെല്ലാം എങ്ങനെ കിട്ടിയതാണ്? ഭൂമിയുള്ളത് കേരളത്തിലെ അമ്പലങ്ങൾ കിട്ടിയ ഭൂമിയെല്ലാം, പള്ളികൾക്ക് കിട്ടിയ ഭൂമിയെല്ലാം, അല്ലെങ്കിൽ മുസ്ലിം പള്ളികൾ, ഈ കിട്ടുന്നതെല്ലാം ആരെങ്കിലുമൊക്കെ വിശ്വാസി ദാനം ചെയ്ത ഭൂമിയാണ് മഹാഭൂരിപക്ഷവും. ഇവരുടെ ആരാധനാലയങ്ങളിൽ എവിടെയെങ്കിലും ഇപ്പൊ കടന്നു കയറുവോ? ആര് കടന്നു കയറുമോ? അങ്ങനെ ഒരു നിയമം കേന്ദ്രം കൊണ്ടുവന്നിട്ടുണ്ട് സാർ, പറയോ? എവിടെയാണ്? വഖഫ് ഭൂമി ഫ്രീ ആയി കിടക്കുന്ന ഭൂമി മാത്രമാണ്, ജനങ്ങൾ താമസിക്കുന്നതിൽ മാത്രമാണ് പ്രശ്നമുള്ളത്. അല്ലാതെ അവരെ പള്ളിയിലും മറ്റിലും കയറി ചെല്ലാൻ പറ്റുമോ? അങ്ങനെ നിയമം പറയുന്നില്ല. ഞാനതല്ല ചോദിച്ചത്. പ്രധാനമന്ത്രി പറഞ്ഞത് ഇതൊരു ഭൂമാഫിയാണ്, അതുകൊണ്ട് സാധാരണക്കാരായ ആളുകൾക്ക് ഒരു പ്രയോജനമില്ല എന്നാണ് പറഞ്ഞത്. അങ്ങനെയാണെങ്കിൽ അങ്ങനെ തന്നെയല്ലേ ഈ ദേവസ്വം ബോർഡിന്റെ ഭൂമിയും ദേവസ്വം ബോർഡിന്റെ ഭൂമിയെ കുറിച്ചും പള്ളികളുടെ ഭൂമിയെ കുറിച്ചും എല്ലാം ഇതേ സമാനമായി പറഞ്ഞുകൂടെ? ഇന്ത്യൻ പ്രധാനമന്ത്രിയാണ് പറയുന്നത് ഇത് ഭൂമാഫിയാണെന്ന്. അതിന് അദ്ദേഹത്തിന്റെ പക്കൽ തെളിവുണ്ടായിരിക്കും. പ്രധാനമന്ത്രി അല്ല ആര് പറഞ്ഞാലും നമുക്ക് നമ്മുടെ വിയോജിപ്പ് പറയാമല്ലോ. നിങ്ങൾ വിമർശിച്ചോ? നിങ്ങൾ എത്ര കാലമായി പ്രധാനമന്ത്രി? 2014 തൊട്ട് തുടങ്ങിയതല്ലേ പ്രധാനമന്ത്രി വിമർശിക്കുവാൻ? നിങ്ങളുടെ വിമർശനങ്ങൾക്ക് മുനയൊടിഞ്ഞില്ലേ? എങ്ങനെയാണ് മുനയൊടിയുന്നത്? എവിടെയാ മുനയൊടിയാത്തത്? വഖഫ് നിയമത്തിന് മുനയൊടിയാം.
370 എഴുത്ത് മാറ്റിയപ്പോ നിങ്ങൾ അങ്ങനെയാണെങ്കിൽ കോൺഗ്രസ്സുകാർ പണ്ട് നടപ്പാക്കിയതെല്ലാം ശരിയായിരുന്നു എന്നും പറയേണ്ടി വരില്ലേ? ജനങ്ങൾ അംഗീകരിക്കുന്നതാണ്. ഈ കാലങ്ങളിലൊക്കെയും ഇതിനു മുമ്പ് നടത്തിയ എല്ലാ നിയമങ്ങളും ജനങ്ങൾ അംഗീകരിച്ചിട്ടാണ് ജനകീയ കോടതി വീണ്ടും അദ്ദേഹത്തിന് അധികാരത്തിലെത്തിയത്. താങ്കൾ എന്തായി പറയുന്നത്? ജനാധിപത്യ രാജ്യത്ത് ജനകീയ കോടതിയാണ് വലുതെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ശരി, ഓക്കെ. എന്തായാലും അങ്ങനെയാണെങ്കിൽ അതേ ജനകീയ കോടതി തന്നെ അധികാരത്തിലെത്തിയതാണ് കോൺഗ്രസിനെയും അതിനു മുമ്പുള്ള സർക്കാരുകളെയും ഒക്കെ. അടുത്ത ഐക്യമുന്നണി സർക്കാരും എല്ലാം അങ്ങനെ അധികാരത്തിൽ, അവരെല്ലാം ചെയ്തതും എല്ലാം ഇതുപോലെ ശരിയാണ് എന്ന് തന്നെ താങ്കൾക്ക് പറയേണ്ടി വരും. ശ്രീ പാലക്കാട് നിന്നും ശ്രീ വാസു ആണ്. ശ്രീ വാസു, താങ്കൾക്ക് ഈ അഭിപ്രായത്തോട് എങ്ങനെയാണ് താങ്കളുടെ പ്രതികരണം? ശ്രീ വാസു കേൾക്കാമോ? അദ്ദേഹത്തിന്റെ ടെലിഫോൺ മധ്യത്തിൽ തടസ്സമുണ്ടോ എന്ന് തോന്നുന്നു. ദിവാകരനാണ് തലശ്ശേരിയിൽ നിന്നും. ശ്രീ ദിവാകരൻ, താങ്കൾക്ക് എന്ത് തോന്നുന്നു? ഈ വഖഫ് ഭൂമിയൊക്കെ ഒരു ഭൂമാഫിയയുടെ കയ്യിലാണ് ഇരിക്കുന്നത്, അതുകൊണ്ട് സാധാരണക്കാരായ ആളുകൾക്ക് പ്രയോജനമൊന്നുമില്ല എന്നാണ് പ്രധാനമന്ത്രി പറഞ്ഞത്. അതൊന്നുമല്ല. അതായത് കോടാനുകൂടി അന്യോന്യം കല്യാണം കഴിച്ചിട്ടുണ്ട്. ഹിന്ദു മുസ്ലിം ശ്രീനാരായണ ഗുരുസ്വാമി പറഞ്ഞ പോലെ വൺ റീജിയൻ എപ്പം പറയുന്നത് വൺ റീജിയൻ വൺ കാസ്റ്റ് വൺ കോഡ് പുറമേന്. അതായത് കുടികിടപ്പ് പോലെ ഒരാളെ കൈവശം ഉണ്ടെങ്കിൽ അത് അവർക്ക് തന്നെ അവകാശപ്പെട്ടതാ. കലാകാലം എവർലാസ്റ്റ് ആയിട്ട് അവർക്ക് അവകാശപ്പെട്ടതാ. ഇത് വേണ്ടാണ്ട് അടിയും പിടിയും എന്തെന്നായത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഹിന്ദു മുസ്ലിം ക്രിസ്ത്യാനി എത്രയോ കല്യാണം കഴിച്ച് കോടിക്കണക്കിന് സന്താനങ്ങൾ ഉണ്ടായിട്ടുണ്ട്. മതേതര രാജ്യമല്ലേ, ഒന്ന് സമാധാനത്തിൽ എന്തെന്നായത് ഇതല്ലോ ഈ കഴിച്ചു കൂട്ടുന്നു. എനിക്ക് ഫൈറ്റ് ചെയ്യാം. ശരി. ഹലോ, റഷീദാണ് കൊയിലാണ്ടിയിൽ നിന്നും. ശ്രീ റഷീദ്, താങ്കൾക്ക് ഈ വിഷയത്തിൽ എന്താണ് പറയാനുള്ളത്? പ്രതീക്ഷയുടെയും പ്രത്യാശയുടെയും സമ്പൽ സമൃദ്ധിയുടെയും പ്രിയ ശ്രോതാക്കളെ, ന്യൂസ് 18 കേരളയിലെ മനുവല്ലല്ലോ, കിരൺ അടക്കമുള്ള അണിയറയിലും ഒക്കെയുള്ള പ്രിയപ്പെട്ടവർ, നിങ്ങൾക്ക് താങ്കളുടെ ആശംസയ്ക്ക് പ്രത്യേക നന്ദി. എന്തായാലും നമുക്ക് വിഷയത്തിലേക്ക് വരാം. വഖഫ് ഭേദഗതി ബിൽ എന്ന് പറയുന്നത് മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം അവരെ സാമൂഹികമായും സാംസ്കാരികമായും ആത്മീയമായും തകർക്കുക എന്ന ലക്ഷ്യം വെച്ചുകൊണ്ട് തന്നെയാണ്. അതിലൊന്നും ഒരു സംശയമില്ല. കാരണം ഇത് ഭരണഘടനയോടുള്ള അതിക്രമമാണ്, ജനാധിപത്യത്തോടുള്ള വെല്ലുവിളിയാണ്. ജനാധിപത്യത്തിന്റെ മനോഹാരിത എന്ന് പറയുന്നത് എന്തും ഭൂരിപക്ഷം ഉണ്ടെന്ന് കരുതി അങ്ങ് പാസാക്കി കളയാം എന്നുള്ള ആ വ്യാമോഹം അത് തെറ്റാണ്. തെറ്റായ രീതിയിൽ നമ്മുടെ ഭരണഘടനയെ ഒരു തരത്തിലും മനസ്സിക്കുന്ന രൂപത്തിൽ ഒരു നിയമവും കൊണ്ടുവരാൻ പാടില്ലല്ലോ. നിയമപരമായിട്ട് മൗലിക അവകാശങ്ങൾ എല്ലാ മതവിഭാഗങ്ങൾക്കുണ്ട്. അവരുടെ മത ആചാരങ്ങൾ അനുഷ്ഠാനങ്ങൾ ഒക്കെ അനുഷ്ഠിച്ചുകൊണ്ട് ജീവിക്കാനുള്ള അവകാശം ഭരണഘടന എല്ലാവർക്കും വിഭാവനം ചെയ്യുന്നുണ്ടല്ലോ. ശരി, എല്ലാവർക്കും അങ്ങനെ ഭരണഘടന വിഭാവനം ചെയ്യുന്നുണ്ട്. അത് എല്ലാവർക്കും ഉറപ്പാക്കുക എന്നുള്ളത് ഏത് ഭരണകൂടത്തിന്റെയും ഉത്തരവാദിത്വം കൂടിയാണ്. നമുക്ക് മറ്റൊരു പ്രശ്നത്തിലേക്ക് കൂടി പോകേണ്ടതുണ്ട്. വിജയനാണ് കൊല്ലത്തു നിന്നും. ശ്രീ വിജയൻ, താങ്കൾക്ക് ഈ വിഷയത്തിൽ എന്താണ് പറയാനുള്ളത്? നമസ്കാരമുണ്ട്, പറഞ്ഞു. ഇത് ഭൂമാഫിയ എന്നുള്ളതിന് ഒരു തർക്കമുള്ള കാര്യമല്ല സാറേ. എന്താണ് താങ്കൾ അങ്ങനെ പറയാനുള്ള കാരണം? ഭൂമാഫിയ ആണെന്നുള്ളതിന് ഒരു തർക്കമില്ല സാറേ. ഈ ഭൂമാഫിയ എന്നൊക്കെ പറഞ്ഞാൽ അവരേതെങ്കിലും ഭൂമി കൈയടക്കി വെച്ച് ആ ഭൂമിയിൽ നിന്ന് മറ്റേതെങ്കിലും തരത്തിൽ ലാഭം ഉണ്ടാക്കുക അല്ലെങ്കിൽ മറ്റേ ചെയ്യുക എന്നൊക്കെ ഉള്ളതല്ലേ? താമസിക്കുന്നിടത്ത് ഒരു സുപ്രഭാതത്തിൽ ചെന്നിട്ട് നിങ്ങൾ ഇത് ഒഴിഞ്ഞു കയറണം, ഇത് വഖഫ് ഭൂമിയാണ് എന്ന് പറഞ്ഞാൽ അല്ല, അതല്ലല്ലോ. ആ ഒരു ചെറിയ മുനമ്പത്തെ വിഷയം മാത്രം വെച്ചല്ലോ ഈ നിയമം വന്നത്. നിയമം എന്ന് പറയുന്നത് ഇന്ത്യ ആകെ ബാധകമാവുന്ന നിയമം അവർ കൊണ്ടുകൊടുത്ത കോൺഗ്രസുകാര് എക്സ്ട്രാ 2013 ആ സിംഗിനെ കൊണ്ട് ഒരു എക്സ്ട്രാ നിയമവും കൂടെ എളുപ്പത്തിൽ കൈക്കലാക്കാൻ വേണ്ടി. ശ്രീ വിജയൻ, അത് എന്റെ ഒരു നേരത്തെ പ്രേക്ഷകർ തന്നെ ഉന്നയിച്ച ഒരു പ്രധാനപ്പെട്ട ചോദ്യം. ശ്രീ വിജയൻ, മൻമോഹൻ സിംഗിന്റെ കാലത്ത് ശ്രീ വിജയൻ ഒരു സംശയം ചോദിച്ചോട്ടെ, കേൾക്കാമോ? ശ്രീ വിജയൻ മതപണ്ഡിതന്മാരാണ്. ശ്രീ വിജയൻ, ഞാനൊരു സംശയം ചോദിച്ചോട്ടെ. അങ്ങനെയാണെങ്കിൽ ഈ ദേവസ്വത്തിന്റെ ഭൂമിയും അതോടൊപ്പം തന്നെ കേരളത്തിലെ ക്രിസ്ത്യൻ പള്ളികളുടെ ഭൂമിയും ഇങ്ങനെയുള്ള ഏത് മതമായിക്കോട്ടെ അവരുടെ എല്ലാം ആരാധനാലയങ്ങളുടെ ഭാഗമായി ലഭിച്ചിരിക്കുന്ന ഭൂമിയെല്ലാം ഇങ്ങനെയൊക്കെ ദാനം കിട്ടിയ ഭൂമിയാണ്. അതൊന്നും കൊണ്ട് ആ മതത്തിലെ ഏതെങ്കിലും സാധാരണക്കാരായ മനുഷ്യർക്ക് എന്തെങ്കിലും ഗുണമുണ്ട് എന്ന് എനിക്ക് നിങ്ങൾക്ക് അറിയില്ല. അങ്ങനെയാണെങ്കിൽ വഖഫിന്റെ കാര്യത്തിൽ മാത്രമല്ലല്ലോ ദേവസ്വം ഭൂമിയുടെ കാര്യത്തിൽ ഇതേ അഭിപ്രായം പറയണ്ടേ? സാറേ, ഞങ്ങളുടെ വീട്ടിനടുത്ത് ദേവസ്വത്തിന്റെ ഭൂമി ഏതാണ്ട് ഒരു 40 കൊല്ലമായിട്ട് കേസ് പറയുന്നുണ്ട്. കയ്യിലിരിക്കുന്നത് ആ ഭൂമാഫിയയുടെ കയ്യിൽ തന്നെ ഇരിക്കുക. അത് ഇവിടെ മുസ്ലിങ്ങളല്ലത്
വേറൊരു വിഭാഗത്തിന്റെ കയ്യിലാ. അവര് കേസ് പറയുക സാറേ. ശരി, ഓക്കെ. എന്തായാലും അങ്ങനെ ഭൂമി തട്ടിയെടുക്കുന്നത് ഭൂമി എടുക്കുന്നതൊക്കെ ഏതെങ്കിലും ഒരു മതത്തിന്റെ ഒന്നും മാത്രമല്ല, മിക്കവാറും. ശരി, ഓക്കെ. എന്തായാലും നമുക്ക് മറ്റൊരു പ്രശ്നത്തിലേക്ക് കൂടി പോകേണ്ടതുണ്ട്. മുഹമ്മദാണ് മഞ്ചേരിയിൽ നിന്നും. ശ്രീ മുഹമ്മദ്, താങ്കൾ എങ്ങനെയാണ് പ്രധാനമന്ത്രിയുടെ ഈ പ്രതികരണത്തോട് പ്രതികരിക്കുന്നത്? നമസ്കാരമുണ്ട് സാർ. നമസ്കാരമുണ്ട്. ഇതിന് അതിനോട് യാതൊരു യോജിപ്പില്ല മൂപ്പര് പറഞ്ഞതിന്. കാരണം അത് ഇപ്പോ കാര്യമായിട്ട് ഇപ്പൊ അത് ഈ മുസ്ലിങ്ങളെ അടുത്താണ് ഇപ്പൊ കുറെ ഈ പള്ളിക്കും പിന്നെ വേറൊക്കെ കുറെ സംഭാവന ചെയ്ത ഭൂമികളൊക്കെ ഉള്ളത്. അത് കൈകാര്യം ചെയ്യുന്ന കുറെ അതിൻ്റെതായിട്ടുള്ള ആൾക്കാരും ഉണ്ട്. ചിലതൊക്കെ കുറച്ച് അങ്ങനെ ഇങ്ങനെയൊക്കെ കിടക്കണുണ്ട്. അതുപോലെ നേരെ ബാലും തുമ്പും ആക്കിക്കൊണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ സർക്കാർ മനക്കറുന്നത്. അവനാന്റെ ഭൂമി അവനാൻ കിട്ടണം, അത് മറ്റുള്ളവർക്ക്. താങ്കളുടെ അഭിപ്രായം വളരെ വ്യക്തമാണ്. നമുക്ക് മറ്റൊരു പ്രേക്ഷകരിലേക്ക് കൂടി പോകേണ്ടതുണ്ട്. പരവൂരിൽ നിന്നും ശ്രീ പ്രേംജിത്താണ്. അതിനിടയിൽ ചില കമൻറ്റുകൾ കൂടി. പ്രേംജിത്ത്, നമുക്ക് ഒരു മിനിറ്റ് ചില കമൻറ്റുകൾ കൂടി വേഗത്തിൽ വായിക്കാം. അതിനകത്ത് ഭൂരിപക്ഷം കമൻറ്റുകളും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നമസ്കാരം പറഞ്ഞിരിക്കുന്നതും ഒക്കെയാണ്. ഇന്ത്യൻ ഭരണഘടന തിരുത്താൻ പറ്റുമെങ്കിൽ ഭരണഘടന തിരുത്തി എഴുതാമെന്ന് ജോസഫ് കെ എം പറയുന്നു. വഖഫിൻ്റെ അല്ല, ഏതും നിയമം വേണമെങ്കിൽ നമുക്ക് തിരുത്തി എഴുതുന്നതിന് പ്രത്യേകിച്ച് തടസ്സമൊന്നുമില്ല. ഭൂരിപക്ഷം ഉണ്ടെങ്കിൽ തിരുത്തി എഴുതാം. ഭരണഘടന പോലും 3/2 ഭൂരിപക്ഷം ഉണ്ടെങ്കിൽ തിരുത്താനേ കഴിയും, അതിന് യാതൊരു സംശയമില്ല. അതോടൊപ്പം തന്നെ മറ്റു രാജ്യങ്ങളില്ലാത്ത വഖഫ് ബോർഡ് എന്ന് പറയുന്നു. മറ്റു രാജ്യങ്ങളില്ലാത്ത പലതും കേരളത്തിലും ഇന്ത്യയിലുമൊക്കെ ഇല്ലേ? അത് മറ്റു രാജ്യങ്ങളിൽ അവിടെ ഉള്ളത് പലതും ഇവിടെ ഇല്ല, ഇവിടെ ഉള്ളത് പലതും അവിടെ ഇല്ല. അങ്ങനെ നോക്കിയിട്ട് കാര്യമില്ലല്ലോ. സാധാരണ ജനങ്ങളെന്നല്ല, സാധാരണ മുസ്ലിം ജനതയ്ക്ക് എന്നാണ് പ്രധാനമന്ത്രി പറഞ്ഞതെന്ന് കൃഷ്ണദാസ് പറയുന്നു. ശ്രീ കൃഷ്ണദാസ്, ഞാൻ വ്യക്തമായി തന്നെ പറഞ്ഞു. അദ്ദേഹം പറഞ്ഞത് ഈ വഖഫ് ഭൂമി കൊണ്ട് പാവപ്പെട്ട മുസ്ലിങ്ങൾക്ക്, ഏതെങ്കിലും പശ്ചിമബംഗാൾ മുസ്ലിങ്ങളടക്കമുള്ള പാവപ്പെട്ട മുസ്ലിങ്ങൾക്ക് പ്രയോജനമുണ്ടോ എന്ന് ചോദിച്ചു. അതിനോടൊപ്പം തന്നെ ആദിവാസികളുടെയും ദളിതുകളുടെയും പിന്നോക്കക്കാരുടെയും സ്ത്രീകളുടെയും ഒക്കെ ഭൂമിയാണ് ഇങ്ങനെയൊക്കെ തട്ടിയെടുക്കപ്പെടുന്നത് എന്നതുകൂടി പറഞ്ഞു. അതെങ്ങനെയാണ് എന്ന് അതിൻ്റെ വിശദീകരണമൊന്നും നൽകിയില്ല. അങ്ങനെയാണ് പ്രധാനമന്ത്രി പറഞ്ഞത്. എന്തായാലും അല്ലാതെ ഈ താങ്കൾ പറഞ്ഞതുപോലെ മാത്രമല്ല പറഞ്ഞത്, താങ്കൾ പറഞ്ഞതും പറഞ്ഞിട്ടുണ്ട്. ജോസഫ് കെ എം പിന്നെയും ചോദിച്ചിരിക്കുന്നു, ക്രിസ്ത്യൻ പള്ളി ഭൂമി ഏതാണ് ഫ്രീ കിട്ടിയതെന്നൊക്കെ ചോദിക്കുന്നു. ശ്രീ ജോസഫ് കെ എം, താങ്കൾ കേരളത്തിലെ ക്രിസ്ത്യൻ പള്ളികളുടെയൊക്കെ ചരിത്രമൊന്ന് പരിശോധിച്ചാൽ ക്രിസ്ത്യൻ പള്ളികൾ മാത്രമല്ല, മുസ്ലിം പള്ളികളായാലും ഹിന്ദു ക്ഷേത്രങ്ങളായാലും ഇവിടേക്കെല്ലാം ഏത് ഇതിന് മറ്റേതെങ്കിലും ബുദ്ധമതമോ ജൈനമതമോ ഒക്കെ ആയിക്കോട്ടെ, മഹാഭൂരിപക്ഷം ഭൂമിയും ദാനം കിട്ടിയതോ അല്ലെങ്കിൽ വില കൊടുത്ത് വാങ്ങിയ ഭൂമിയൊക്കെ ഇവർക്കൊക്കെല്ലാം കുറവാണ്. അതിൽ കൂടുതൽ ഭൂമിയും ദാനം കിട്ടുകയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും മാർഗ്ഗത്തിലൂടെയൊക്കെ കിട്ടുകയും ഒക്കെ ചെയ്ത ഇപ്പോൾ ദാനം കിട്ടിയ അല്ലെങ്കിൽ മുൻകാലങ്ങളിൽ അന്നത്തെ സർക്കാരോ അല്ലെങ്കിൽ അതിനു മുമ്പ് രാജഭരണത്തിൽ ഇരിക്കുമ്പോഴൊക്കെ കിട്ടിയ ഭൂമിയാണ് മഹാഭൂരിപക്ഷവും ഈ ആരാധനാലയങ്ങൾക്കെല്ലാം ഉള്ളത്. അല്ലാതെ ആരാധനാലയങ്ങളുടെ ഭൂമി മഹാഭൂരിപക്ഷമൊന്നും ആ മതത്തിൽപ്പെട്ടവരെല്ലാവരും കൂടി പണമിട്ട് വാങ്ങിയ ഭൂമിയൊന്നും അല്ല മഹാഭൂരിപക്ഷം. അത് താങ്കൾക്ക് അതേക്കുറിച്ച് അറിവില്ലാഞ്ഞിട്ടല്ല, താങ്കൾ ബോധപൂർവ്വം പറയുന്നതാണ് എന്ന് താങ്കളുടെ സ്ഥിരം കമൻറ്റ് കേൾക്കുമ്പോൾ അറിയാം. ഭൂമാഫിയയുടെ കയ്യിലാണെങ്കിൽ അത് സർക്കാരിൻ്റെ കഴിവുകേടല്ലേ എന്ന് ജയകുമാർ ചോദിക്കുന്നു. അത് ഒരു പ്രധാനപ്പെട്ട ചോദ്യം തന്നെയാണ് ശ്രീ ജയകുമാറിൻ്റെ ചോദ്യം. ഈ ഭൂമാഫിയയുടെ കയ്യിൽ ആയിരുന്നു ഇത്രയും കാലമെങ്കിൽ ആ കാലത്ത് നേരത്തെ തിരുത്തേണ്ടതല്ലേ എന്നുള്ള ചോദ്യം. ശ്രീ പ്രേംജിത്ത്, താങ്കൾക്ക് പറയാം. ഹലോ, അതെ, ഞാൻ ഇതിപ്പോ എല്ലാരും പറയുന്നുണ്ട് ചർച്ചിന്റെ കയ്യിലില്ലേ, ദേവസ്വം ബോർഡിനില്ലേ, വഖഫിനില്ലേ എന്ന് ചോദിക്കുന്നു. പ്രധാനമന്ത്രി പറയുന്നു നമ്മള് മുസ്ലിം ജനവിഭാഗങ്ങളിൽ സാധാരണക്കാർക്ക് ഭൂമി കൊടുക്കാനാണ് നിയമം കൊണ്ടുവന്നതെന്ന് പറയുന്നു. എന്നാൽ എനിക്ക് തിരിച്ചു ചോദിക്കാനുള്ള ഒറ്റ ചോദ്യമേ ഉള്ളൂ. ഇന്ത്യയിൽ വരുന്ന ഹിന്ദുക്കളിൽ തന്നെ മഹാഭൂരിപക്ഷം വരുന്ന ദളിത്, പിന്നോക്ക, പട്ടികജാതി, ആദിവാസി ജനവിഭാഗങ്ങൾക്ക് സ്വന്തമായി ഭൂമിയില്ല. മഹാഭൂരിപക്ഷം ഭൂമികളിരിക്കുന്ന ഭൂപ്രഭുക്കളുടെ ജന്മിമാരുടെ കൈകളിലാണ്. കേരളത്തിൽ ഭൂപരിഷ്കരണം നടന്നു, ഇന്ത്യയിൽ ഒരു സംസ്ഥാനത്തും ബാക്കി നടന്നിട്ടില്ല. ഈ ജന്മികളുടെ കയ്യിലിരിക്കുന്ന ഭൂമി മേടിച്ച് ഭൂമിയില്ലാത്ത ഹിന്ദുക്കൾക്ക് കൊടുക്കാൻ എന്തേ മോദി സർക്കാരിന് കഴിയുന്നില്ല? 100% ദളിത്, പിന്നോക്ക, പട്ടികജാതി വർഗമാണ് ഹിന്ദു സമൂഹത്തിലുള്ളത്. അവർക്ക് സ്വന്തമായി ഭൂമിയില്ല. അവർക്ക് ഭൂമി കൊടുക്കാൻ ഈ ഭൂപ്രഭുക്കളുടെയും ജന്മിമാരുടെയും സവർണരുടെ കയ്യിലിരിക്കുന്ന ആയിരക്കണക്കിന് 10,000-കണക്കിന് ഏക്കർ ഭൂമികൾ സർക്കാർ കണ്ടെത്തി അവർക്ക് കൊടുക്കാൻ എന്തുകൊണ്ട് മോദി സർക്കാരിന് കഴിയുന്നില്ല? അവർ ഹിന്ദുക്കളെ പറയുമ്പോൾ ഒരു പ്രധാനപ്പെട്ട ചോദ്യം തന്നെയാണ് ശ്രീ പ്രേംജിത്ത് പരവൂർ ഉന്നയിക്കുന്നത്. ഇന്ത്യയിൽ ഭൂമിയുടെ ഉടമകളായിരിക്കുന്ന മഹാഭൂരിപക്ഷം പേരും
അല്ലെങ്കിൽ ഭൂമിക്ക് അവകാശമില്ലാത്ത മഹാഭൂരിപക്ഷം പേരും ദളിത് വിഭാഗത്തിലോ പിന്നാക്ക വിഭാഗത്തിലോ ആദിവാസി വിഭാഗത്തിലോ ഒക്കെ പെടുന്ന ആളുകൾക്കാണ് ഭൂമി ഇല്ലാത്തവരായി കഴിയേണ്ടി വരുന്നത്. ഇന്ത്യയിലെ ഭൂമിയിൽ തന്നെ നല്ലൊരു ശതമാനം ഭൂമിയും കൈയടക്കി വെച്ചിരിക്കുന്നത് സമൂഹത്തിൻ്റെ ശ്രേണിയിൽ, ജാതി ശ്രേണിയിൽ ഉന്നതർ എന്ന് കരുതപ്പെട്ടിരുന്ന മനുഷ്യരുടെ കയ്യിൽ തന്നെയാണ്. കേരളം പോലുള്ള സംസ്ഥാനങ്ങൾ മാത്രമാണ് ഇത്തരത്തിലേക്ക്, അല്ലെങ്കിൽ ഒന്നോ രണ്ടോ സംസ്ഥാനങ്ങൾ മാത്രമാണ് അത്തരത്തിൽ മറിച്ച് അപവാദങ്ങൾ പറയാൻ കഴിയുക. കേരളമോ തമിഴ്നാടോ ഒക്കെ ആവും അപവാദങ്ങൾ പറയാൻ കഴിയുക. മറ്റ് സംസ്ഥാനങ്ങളൊന്നും, ഉത്തരേന്ത്യയിലെ സംസ്ഥാനങ്ങളൊന്നും അതല്ല അവസ്ഥ. അതൊക്കെ ഒരു പ്രധാനപ്പെട്ട ചോദ്യം തന്നെയാണ്. അതാണ് ഭൂമിയെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചോദ്യം. അതാണ് അദ്ദേഹം ഉന്നയിച്ചത്. എന്തായാലും നമുക്ക് മറ്റ് പ്രേക്ഷകരിലേക്ക് കൂടി പോകേണ്ടതുണ്ട്. മാത്യു ആലുവയിൽ നിന്നും. ശ്രീ മാത്യു, താങ്കൾക്ക് പറയാം. സാറേ ഇപ്പൊ ഇവിടെ വന്ന കമന്റുകളിലെല്ലാം ഞാൻ മനസ്സിലാക്കുന്ന ഒരു കാര്യം, ഹിന്ദുക്കളുടെയും ക്രിസ്ത്യാനികളുടെയും പ്രശ്നങ്ങളെല്ലാം പരിഹരിച്ചിട്ട് മതി നമുക്ക് വഖഫിനെ കുറിച്ച് സംസാരിച്ചാൽ മതി. അങ്ങനെയല്ല, എല്ലാ പ്രശ്നങ്ങളും പരിഹരിച്ചിട്ട് ഒരു പ്രശ്നം പരിഹരിക്കാൻ കഴിയില്ല. അതെ. ഒന്ന് സാറേ, ഈ പ്രശ്നം സച്ചാർ കമ്മിറ്റി റിപ്പോർട്ടിലും ഇതിനു മുമ്പ് നടത്തിയ എല്ലാ പഠന റിപ്പോർട്ടുകളിലും ഈ വഖഫ് ഭൂമിയുടെ അനാവശ്യമായ ചൂഷണത്തെ കുറിച്ച് വ്യക്തമായ റിപ്പോർട്ടുകൾ നമ്മുടെ മുമ്പിൽ നിൽപ്പുണ്ട്. പാർലമെന്റിൽ റിജ്ജു അത് അവതരിപ്പിച്ചതുമാണ്. അപ്പോൾ ഇത്തരം ചൂഷണങ്ങൾ നിലനിൽക്കുന്നു എന്നുള്ളത് കൊണ്ടാണ്. കാരണം 9 ലക്ഷത്തോളം വരുന്ന പ്രോപ്പർട്ടിയുടെ അതിനാനുപാതികമായ വരുമാനം മുസ്ലിം സമൂഹത്തിന് പോലും ലഭിക്കുന്നില്ല എന്നുള്ള റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലല്ലേ നമ്മൾ വഖഫിനെ കുറിച്ച് സംസാരിക്കും. അപ്പോൾ വഖഫിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ നമ്മൾ വഖഫിനെ കുറിച്ച് സംസാരിക്കുക. ഹിന്ദു ദേവസ്വം ബോർഡിനെ കുറിച്ച് സംസാരിക്കേണ്ടി വരുമ്പോൾ അതിനെക്കുറിച്ച് സംസാരിക്കുക. സ്വാഭാവികമായും ശ്രീ മാത്യു ഒരു സംശയം ചോദിച്ചോട്ടെ, ഏതെങ്കിലും ഒരു വിഭാഗത്തിന്റെ അവകാശങ്ങളുടെ അല്ലെങ്കിൽ അവിടെ മാത്രം നന്നാക്കാൻ നോക്കുമ്പോൾ മറ്റ് കാര്യങ്ങളിലൊക്കെ മൗനം പാലിക്കുകയും ചെയ്യുമ്പോൾ ആർക്കും സംശയം തോന്നില്ലേ? അങ്ങനെ എവിടെ സാറേ, ആരും സ്വാഭാവികമല്ലേ? ഈ പ്രത്യേകിച്ച് ഈ സർക്കാർ, മോദി സർക്കാരിന്റെ അല്ലെങ്കിൽ BJP സർക്കാരിന്റെ നയം എന്താണെന്ന് എനിക്കും താങ്കൾക്കും എല്ലാം വ്യക്തമായിട്ട് അറിയാം. അതിന് യാതൊരു സംശയമില്ല. അങ്ങനെ ഒരു ഇന്ത്യയിലെ മുസ്ലിം വിഭാഗം അല്ലെങ്കിൽ ക്രിസ്ത്യൻ വിഭാഗം വിശ്വസിക്കുന്നുണ്ടോ മഹാഭൂരിപക്ഷം പേരും ഇത് ഞങ്ങളെ കൂടി പൂർണ്ണമായി സംരക്ഷിക്കുന്നതാണ്? അത് ഓരോ പാർട്ടിക്കും അത്തരം നയങ്ങളൊക്കെ കാണും, വ്യത്യസ്തമായ നയങ്ങളൊക്കെ ആണ്. അത് ആ നയത്തിനെ കുറിച്ചില്ല. അവർ ഒരു കാര്യം ചെയ്യുമ്പോൾ സ്വാഭാവികമായി ഇത്തരം വിമർശനങ്ങൾ ഉയരും. അത് കേരളത്തിലെ CPM ചെയ്താലും കോൺഗ്രസ് ചെയ്താലും ഒക്കെ സമാനമായ രീതിയിലുള്ള വിമർശനങ്ങൾ ഉയരും. ഇതൊരു രാജ്യത്തിന്റെ പ്രധാനമന്ത്രി ഒരു കാര്യം പറയുമ്പോൾ അതിന് വ്യക്തമായ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലല്ലേ പറയുന്നത്. ഇത് നമ്മള് പ്രധാനമന്ത്രി പറയുന്നതാണ്. ഏത് ഇന്ത്യൻ പ്രധാനമന്ത്രി എല്ലാം പറഞ്ഞ കാര്യങ്ങളെ നമ്മൾ വിമർശിച്ചിട്ടില്ലേ? അപ്പൊ അങ്ങനെയാണെങ്കിൽ പിന്നെ എന്തിനാ സാറേ ഇങ്ങനെ റിപ്പോർട്ടുകൾ എടുക്കുന്നത്? ഇത് നമ്മളിപ്പോ ഒരു വിഷയത്തെ കുറിച്ച് സംസാരിക്കുമ്പോൾ ഇതൊരു താങ്കൾ മറുപടി പറയുകയാണല്ലോ ചെയ്തത്. അല്ലാതെ താങ്കളുടേതായ ഒരു അഭിപ്രായം പറയാം. താങ്കൾ പറഞ്ഞ ഉന്നയിച്ച ചോദ്യത്തിന് മറുപടി ദേവസ്വത്തിന്റെ ഭൂമിയും അല്ലെങ്കിൽ ക്രിസ്ത്യൻ പള്ളികളുടെ ഭൂമിയും എല്ലാം സമാനമായ രീതിയിലല്ലേ എന്നുള്ള ഒരു സംശയമില്ലേ? അല്ല, അത് ഓരോന്നും ഓരോ വിഷയമല്ലേ പറയും. ഇപ്പൊ വഖഫിനെ കുറിച്ച് പറയുമ്പോൾ എന്തായാലും അത് കഴിഞ്ഞിട്ട് അതൊക്കെ പരിഹരിക്കുമായിരിക്കും എന്ന് പ്രതീക്ഷിക്കാം അല്ലേ? ഓക്കെ, അങ്ങനെ ശരി. ഓക്കെ, നമുക്ക് മറ്റൊരു പ്രശ്നമില്ല. അശോകനാണ് കൊല്ലത്ത്. ശ്രീ അശോകൻ, താങ്കൾ തോന്നുന്നു ഈ ഇങ്ങനെ വഖഫിന്റെ ഭൂമി സാധാരണക്കാരായ മുസ്ലിങ്ങൾക്ക് അതുകൊണ്ട് പ്രയോജനമില്ല എന്ന് പ്രധാനമന്ത്രി ചൂണ്ടിക്കാണിക്കുന്നു. അത്തരം ഭൂമി മാഫിയയുടെ കയ്യിലായിരുന്നു ഈ വഖഫ് ഭൂമി എന്ന് പറയുന്നു. അതൊക്കെ അവസാനിപ്പിക്കാനാണ് നിയമപരിഷ്കരണം നടപ്പാക്കിയതെന്ന് പറയുന്നു. നമസ്കാരം സാറേ. നമസ്കാരം. പ്രധാനമന്ത്രി വളരെ മയപ്പെട്ട വാക്കുകളാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ആക്ച്വലി അതൊരു ഭൂമാഫിയ അല്ല, അതൊരു ഭീകര സംഘം പോലല്ലേ പ്രവർത്തിക്കുന്നത്. നമ്മുടെ കുടുംബക്ഷേത്രങ്ങളിൽ ഇതിന്റെ ആ കുടുംബകാരണവരോ മറ്റാളുകളോ ക്ഷേത്രത്തിന് വേണ്ടി കുറച്ച് ഭൂമി അതിനു വേണ്ടി മാർക്ക് ചെയ്ത് മാറ്റുന്നു. കുടുംബാംഗങ്ങൾ ആർക്കെങ്കിലും അങ്ങനെ തോന്നുന്നുണ്ടെങ്കിൽ അവരും വീണ്ടും ക്ഷേത്രത്തിനോ കുടുംബക്ഷേത്രത്തിന് വേണ്ടി കൊടുക്കുന്നു. ഇതൊന്നും പോരാതെ വരികയാണെങ്കിൽ കാശ് കൊടുത്ത് നമ്മളെ പരിസരത്തുള്ള ഭൂമി മേടിച്ച് ചേർക്കുന്നു. ഇത്തരം ഒരു ബില്ലിന്റെ ആനുകൂല്യം മറ്റ് സമുദായങ്ങൾക്കൊന്നും തന്നെ കിട്ടുന്നില്ല. ഇവിടെ ഇപ്പം നടക്കുന്നെന്ന് പറഞ്ഞാൽ ന്യൂനപക്ഷം എന്ന് പറയുന്ന സ്പെഷ്യൽ ക്ലാസും ഭൂരിപക്ഷം എന്ന് പറയുന്ന സെക്കൻഡ് ക്ലാസ്സും ആയിരിക്കുക. അതെങ്ങനെയാണ് ശ്രീ അശോകൻ ഭൂരിപക്ഷം ഏത് തരത്തിലാണ് ഈ സെക്കൻഡ് ക്ലാസ് ആയത് എന്ന് പറയുന്നത്? പിന്നെ എങ്ങനെ സാറേ, ഈ ലോകത്ത് എന്റെ അറിവിൽ ഒരിടത്ത് ന്യൂനപക്ഷത്തിന് സ്പെഷ്യൽ ക്ലാസ് എന്നും പറഞ്ഞ് ശ്രീ അശോകൻ, മതത്തിന്റെ പേരിൽ ഇന്ത്യയിൽ ജീവിക്കുന്ന ശ്രീ അശോകൻ, താങ്കൾ ഒരു കാര്യം മനസ്സിലാക്കണം. മുസ്ലിം ആയാലും ഹിന്ദു ആയാലും ക്രിസ്ത്യാനി ആയാലും എല്ലാവർക്കും ഈ രാജ്യത്ത് തുല്യ അവകാശമാണ്. ആരെങ്കിലും ഭൂരിപക്ഷമായി എന്നതിന്റെ പേരിൽ അവർക്ക് ഏതെങ്കിലും ഒരു അധിക അവകാശമില്ല എന്ന് മാത്രമല്ല, ആരെങ്കിലും ന്യൂനപക്ഷമാണെങ്കിൽ അവർക്ക് അധിക അവകാശം നൽകാം. പക്ഷെ ഭൂരിപക്ഷത്തിന് പ്രത്യേകിച്ച് ഒരു അധിക അവകാശമല്ല. അതാണ് ഒരു ജനാധിപത്യ മര്യാദ. അത് കുഴപ്പമല്ല, അതാണ് ജനാധിപത്യ മര്യാദ. അതുകൊണ്ടാണല്ലോ ഇന്ത്യയിൽ ഇന്ത്യയിൽ ദളിതർക്കോ അല്ലെങ്കിൽ അവർക്ക് ഭൂമി ഇന്നും ഇല്ലാത്തത്. എവിടെ പോയി? ആര് എവിടെയാണ് ശ്രീ അശോകൻ ദളിതരുടെ ഭൂമി ഇന്ത്യയിൽ പോയത്? ഇന്ത്യയിലെ ഭൂമിയിലെ മഹാഭൂരിപക്ഷം ആരുടെ പക്കലാണ്? ഇന്ത്യയിലെ സവർണ വിഭാഗങ്ങളുടെ പക്കലല്ലേ ഇന്ത്യയിലെ ഭൂമിയിലെ മഹാഭൂരിപക്ഷവും?
കേരളത്തിലെ അവസ്ഥയാണ് ഉത്തരേന്ത്യയിൽ UP ചെന്നാലോ രാജസ്ഥാനിൽ ചെന്നാലോ ഉള്ളത്. ഉത്തരേന്ത്യയൊക്കെ പോയി താമസിച്ചിട്ടുള്ള വ്യക്തി തന്നെ. അവിടെ എല്ലാം ദളിതർക്ക് ഭൂമിയുണ്ടല്ലേ? നിങ്ങൾക്ക് അതിന്റെ ഓണർഷിപ്പ് ഇല്ലെങ്കിൽ പിന്നെ നിങ്ങൾ പറഞ്ഞോണ്ട് അവിടുത്തെ ഭൂമിയായോ അല്ലെങ്കിൽ ഏതോ ആയിക്കോട്ടെ, ആ ഭൂമിയൊക്കെ എങ്ങനെയാണ് ഈ ഒരു വിഭാഗത്തിന് മാത്രം കിട്ടുന്നത്? അവിടുത്തെ ഉത്തരേന്ത്യയിൽ ദളിതർക്ക് ഭൂമി ഇല്ലാതായി പോയത് എങ്ങനെയാണ്? സാറേ ഞാനോ നിങ്ങളോ സാറോ ആരും നമ്മളെല്ലാം ഉത്തരവാദികളാണ്. ഈ രാജ്യത്ത് ജീവിക്കുന്ന നമ്മളെല്ലാം ഒരു വിഭാഗത്തിന് നീതി നിഷേധിക്കപ്പെടുന്നെങ്കിൽ ഞാനും അശോകനും ഉത്തരവാദിയാണ്. സാറേ വനഭൂമി മൊത്തം വനവാസികളുടെ ആയിരുന്നു. സാറും ഇവിടുത്തെ പരിഷ്കൃത സമൂഹം പുതിയ നിയമം കൊണ്ടുവന്ന് അവരെ അതിൽ നിന്ന് അടിച്ചു പുറത്താക്കി. എന്നിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ളവർക്ക് അത് പതിച്ചു കൊടുക്കുന്നു. അതെ, അത് തെറ്റാണെന്നാണ് പറയുന്നത്. സാറേ നിയമം ഈ ആദിവാസിയാണോ നിയമം കൊണ്ടുവന്നേ? അല്ല, അത് തന്നെയാണ് ഇപ്പോൾ ഞാൻ പറയുന്നത്. അത് തന്നെയാണ് ശ്രീ അശോകൻ. വനവാസികളുടെ കൈതിയിലായിരുന്നു ശ്രീ അശോകൻ, അത് തന്നെയാണ് ഞാനും പറയുന്നത്. മഹാഭൂരിപക്ഷം വരുന്ന ദളിത് വിഭാഗത്തിൽപ്പെടുന്ന ആദിവാസി വിഭാഗത്തിൽപ്പെടുന്ന മനുഷ്യർക്ക് ഭൂമിയില്ല. അവരെ ഭൂമിയുടെ ഉടമസ്ഥാവകാശത്തിൽ നിന്നും ആട്ടിയയറ്റുകയായിരുന്നു. അതിന് എനിക്ക് നിങ്ങൾക്കും എല്ലാവർക്കും ഈ സമൂഹത്തിൽ ജീവിക്കുന്ന മുഴുവൻ പേർക്കും അതിന്റെ ഏറിയും കുറഞ്ഞൊക്കെ പങ്കുണ്ട്. സ്വത്തവകാശം കിടക്കുന്നിടത്തോളം നിങ്ങൾക്ക് അതിന്റെ ഇത് നിയമാനുസൃതം പരിധി നിശ്ചയിച്ചതിനകത്താണെങ്കിൽ നിങ്ങൾക്ക് എത്ര സ്വത്തും കൈ വെച്ചേക്കാം. ശരി, അതൊക്കെ നടപ്പാക്കിയത് ഇന്ത്യയിലെ ഏതൊക്കെ സ്റ്റേറ്റിലുണ്ട് എന്നുകൂടി പുറത്തുണ്ടെങ്കിൽ സർക്കാർ അതാത് സർക്കാരല്ലേ എടുക്കേണ്ടത്. ശരി, ഓക്കെ, താങ്കളുടെ അഭിപ്രായം വ്യക്തമാണ്. നമുക്ക് മറ്റു പ്രശ്നങ്ങളിലേക്ക് കൂടി പോകേണ്ടതുണ്ട്. ശിവദാസനാണ് ബാലരാമപുരത്തും. ശ്രീ ശിവദാസൻ, താങ്കൾക്ക് ഈ വിഷയത്തിൽ എന്താണ് പറയാനുള്ളത്? എല്ലാവർക്കും ന്യൂസ് സ്റ്റേറ്റിന്റെ എല്ലാ പ്രവർത്തകർക്കും എല്ലാവർക്കും ഓക്കെ പറയേണ്ട കാര്യം ഈ വഹാബെന്ന് പറയുന്നത് ഉറപ്പിക്കുക, ഉറപ്പെന്നുള്ളൊരു വാക്ക് തന്നെയാണ്. പക്ഷേ ഇവിടെ ഹിന്ദുവും ക്രിസ്ത്യാനിക്കും മുസൽമാനും ഭൂമി എല്ലാവർക്കും ഒരേപോലെ ക്ഷേത്രം വയ്ക്കാനും ഓരോ ഓഫീസ് വയ്ക്കാനും ഒരു ആവശ്യം വരുമ്പോൾ ആ പരിപാടി നടത്താൻ വേണ്ടി സ്ഥലവും ആവശ്യം വരും. ഓക്കെ, പക്ഷെ നമ്മള് മുത്തങ്ങ, അതായത് നമ്മൾ വയനാട് മുത്തങ്ങ മുതൽ നമ്മുടെ തിരുവനന്തപുരം 6 അടി വരെ ഉള്ള പാവപ്പെട്ട ആദിവാസികൾക്കും ഒരു വീട് കിട്ടാതെ കിടക്കുന്ന മുസ്ലിം സമുദായവും ക്രിസ്ത്യൻ സമുദായവും ഹിന്ദു സമുദായവും ഉള്ള ആളുകൾക്ക് 3 സ്ഥലം വാങ്ങിക്കാൻ 3 ലക്ഷം രൂപ 2 ലക്ഷം കൊടുക്കുമ്പോൾ വാങ്ങാൻ നിവൃത്തിയില്ലാതെ ഓടുമ്പോൾ ഈ മലപ്പുറമായിരുന്നാലും കോഴിക്കോടായാലും പൊന്നാനി ആയാലും ഈ തിരുവനന്തപുരം ജില്ല ആയിരുന്നാലും ഏതെങ്കിലും ഈ മുസ്ലിം സമുദായത്തിൽ നിന്നും ഈ വഹാബോർഡിൽ നിന്നും 1 സെന്റ് ഭൂമി അവർ കൊടുത്തിട്ടുണ്ടോ? ഞാൻ ആരും കുറ്റപ്പെടുത്തുന്നില്ല. അവർ ചെയ്യുന്നതെന്ന് പറഞ്ഞാല് വലിയ വലിയ ഓഫീസിലും പള്ളികളും വലിയ സ്ഥാപനം കെട്ടി കോളേജും കെട്ടി അതിൽ നിന്ന് വരുമാനം സമ്പാദിച്ചിട്ട് ഇറച്ചി തിന്നിട്ട് പട്ടിക്കെല്ലിടും പോലെ കാണുന്നത്. അത് എല്ലാവർക്കും തുല്യ എല്ലാവർക്കും കിട്ടാൻ വേണ്ടിയാണ് ഇന്ത്യൻ നിയമം പാർലമെന്റ് കൊണ്ടുവന്നത്. അത് 1985 അതിനുശേഷം 2001 വന്നതൊക്കെ മാറ്റി ഇതൊക്കെ തന്നെയല്ലേ? അങ്ങനെയാണെങ്കിൽ മറ്റ് മതവിഭാഗങ്ങളുടെ ആരാധനാലയങ്ങളുമായി ബന്ധപ്പെട്ട എത്രയോ ഇന്ത്യയിലെ മഹാക്ഷേത്രങ്ങളിൽ വലിയ പള്ളികളിലൊക്കെ കോടികളുടെയൊക്കെ എത്രയോ കോടികളുടെ ആസ്തിയുണ്ട്. അവരും ഈ ഇതൊക്കെ അല്ലേ ചെയ്യുന്നത്. അവിടെയൊന്നും ആ മതവിഭാഗത്തിൽപ്പെട്ട സാധാരണക്കാരായ മനുഷ്യർക്ക്, പാവപ്പെട്ട മനുഷ്യർക്ക്, അത് ക്രിസ്ത്യാനിയോ മുസ്ലിമോ ഹിന്ദുവോ ആരോ ആയിക്കോട്ടെ, അവർക്കൊന്നും ഇതുകൊണ്ടുള്ള പ്രയോജനമൊന്നും സാധാരണഗതിയിൽ മഹാഭൂരിപക്ഷം പേർക്കും കിട്ടാറില്ല. ഇല്ല ഓക്കെ സാർ, അതേകൊണ്ട് ഇപ്പോൾ രാജസ്ഥാനിൽ അങ്ങോട്ട് മറ്റു രാജ്യങ്ങൾ നോക്കുമ്പോൾ കിട്ടാതെ. പക്ഷെ ഇന്ന് നമ്മൾ കേരളം സംബന്ധിച്ചിടത്തോളം കേരളത്തിൽ ചെറിയൊരു സ്റ്റേറ്റാണ്. അതിലും 3/4 ഭൂമി ഇരിക്കുന്നതും ക്രിസ്ത്യന്റെയും ഹിന്ദുവിന്റെയും മുസ്ലിമാന്റെയും ഈ 3 കയ്യിലാണ്. ഈ വസ്തു എന്തുകൊണ്ട് പിടിച്ചെടുത്തിട്ട് എന്തുകൊണ്ട് ഈ പാവപ്പെട്ട ജനങ്ങൾക്ക് നല്ല സ്ഥലം കൊടുത്തുകൂടാ? വല്ല 2000, 3000, 1 ലക്ഷം കൊണ്ട് വല്ല മലയും കുന്നും ഇടിച്ച് പാവങ്ങൾ ഓടി പിള്ളേരെയും കൊണ്ട് കടക്കാൻ നിവൃത്തിയില്ലാതെയും രാത്രി ആകുമ്പോൾ പോയി കയറും പറ്റാതെയും ഒരേ അന്തി ഉറങ്ങാൻ വേണ്ടി ഇത് ഉറങ്ങുന്ന ഈ ആളെ കൊടുത്തൂടെ? ഞാൻ രാഷ്ട്രീയവും വർഗീയത വെച്ച് പറഞ്ഞാൽ ഇത് കൊടുത്തു. വളരെ വാലിഡായ ഒരു പോയിന്റ് തന്നെയാണ്. ഈ ഭൂമിയിൽ ഒരു കാലത്ത് ഭൂമിക്ക് അവകാശമൊക്കെ വരുന്ന മനുഷ്യർ അവർ പിന്നോക്കം പോയി അവരെ ചവിട്ടി താഴ്ത്തി ഒരു അവസ്ഥയിലെത്തിച്ച ശേഷം അവർക്ക് ഭൂമിയില്ലാതെ ഇപ്പോൾ കേരളത്തിൽ പോലും മറ്റ് സംസ്ഥാനങ്ങൾക്ക് മെച്ചമാണെന്ന് പറയുമ്പോൾ കേരളത്തിൽ പോലും ഭൂരഹിതരായിട്ടുള്ള ആളുകളുടെ എണ്ണം പരിശോധിക്കുമ്പോൾ അത് ഈ പറയുന്ന ഈ വിഭാഗങ്ങൾക്കൊക്കെയാണ് ഇപ്പോഴും ഭൂരഹിതരായ. ഒരു മിനിറ്റ്, എന്റെ പള്ളിച്ച പഞ്ചായത്തിൽ 15-ാം വാർഡിൽ 21 വാർഡിൽ തന്നെ ഇത്രയും വാർഡിൽ നമ്മൾ നോക്കുമ്പോൾ ഓരോ വാർഡിലും 10-15 ആൾക്കാർ വീട് നിവൃത്തിയില്ലാതെ കാണുന്നെങ്കിൽ ഈ സങ്കടം വരുള്ളൂ. വയല് വാങ്ങി 2 സെന്റ് 3 സെന്റ് വാങ്ങിയിട്ടിട്ട് അവർ 50,000-60,000 വാങ്ങിയിട്ടിട്ട് അവർക്ക് നിമിത്തി എടുക്കണമെങ്കിൽ 10 ലക്ഷം രൂപ വേണം. അതും നിവൃത്തിയില്ല. വളരെ പ്രധാനപ്പെട്ട ഒരു ഈ മേഖല ഇതിൽ കൂടി കൊണ്ടുവരണം. എല്ലാവർക്കും സാധാരണക്കാർക്ക്, ഏറ്റവും പാവപ്പെട്ട മനുഷ്യർക്ക്, ഏറ്റവും ദരിദ്രരായി ജീവിക്കേണ്ടി വരുന്ന മനുഷ്യർക്ക് പ്രയോജനം ചെയ്യുമ്പോഴാണ് ആ മതത്തിന് എന്തെങ്കിലും തരത്തിൽ ഗുണമുണ്ടാവുകയോ അല്ലെങ്കിൽ അവരുടെ ഭൂമി അവർക്ക് സ്വത്തം ഉണ്ടെങ്കിൽ സാധാരണക്കാർക്ക് എന്ത് ഗുണം എന്നുള്ള ചോദ്യം ഏത് മതത്തിൻ്റെ ആയാലും ഉയരുന്നുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. നമുക്ക് മറ്റൊരു പ്രശ്നത്തിലേക്ക് കൂടി പോകേണ്ടതുണ്ട്. ഉബൈദുള്ളയാണ് ഷൊർണൂരിൽ നിന്നും. ശ്രീ ഉബൈദുള്ള, താങ്കൾക്ക് എന്ത് തോന്നുന്നു? ഈ ഭൂമാഫിയയുടെ കയ്യിൽ നിന്നും സാധാരണക്കാരായ ആളുകളുടെ കയ്യിലേക്ക് ഭൂമി എത്തിക്കാൻ അല്ലെങ്കിൽ അവരുടെ ഭൂമിയുടെ മേലുള്ള അവകാശം ഉറപ്പിക്കാൻ വേണ്ടിയുള്ള ഒന്നാണ് ഈ വഖഫ് ഭേദഗതി ബിൽ എന്നുള്ള അവകാശവാദത്തെ താങ്കൾ എങ്ങനെയാണ് കാണുന്നത്?
സാറേ, താങ്കള് ഓരോ പ്രേക്ഷകനോടും പറഞ്ഞ അതേ അഭിപ്രായം തന്നെയാണ് എനിക്കും പറയാനുള്ളത്. സത്യത്തില് ഇത് ഒരു വഖഫിന്റെ മാത്രം ഒരു ഇതിൽ പരിമിതിയാക്കി നിർത്താൻ പാടില്ല. അതുപോലെ തന്നെ അത് ഹിന്ദു എന്ന് പറയുന്ന അല്ലെങ്കിൽ ദേവസ്വത്തിന്റെ ആണെങ്കിലും ക്രിസ്ത്യൻ ചർച്ചിന്റെ ആണെങ്കിലും ഇത്തരം ഭൂമികൾക്ക് കൂടി ഇത് ബാധകമാക്കാൻ ആത്മാർത്ഥം ഉണ്ടെങ്കിൽ നമ്മളെ പ്രധാനമന്ത്രി ആത്മാർത്ഥം കാണിക്കേണ്ടതാണ്. ശരി, താങ്കളുടെ അഭിപ്രായം വളരെ വ്യക്തമാണ്. നമുക്ക് മറ്റൊരു പ്രേക്ഷകരിലേക്ക് കൂടി പോകേണ്ടതുണ്ട്. നന്ദകുമാറാണ് കൊടകരയിൽ നിന്നും. ശ്രീ നന്ദകുമാർ, താങ്കൾ എങ്ങനെയാണ് ഈ വിഷയത്തെ സമീപിക്കുന്നത്? എന്റെ അഭിപ്രായത്തില് പ്രധാനമന്ത്രിയെ പറഞ്ഞത് ഭൂമാഫിയ എന്നുള്ള ഏത് അർത്ഥത്തിലാണെന്ന് ഞാൻ പറഞ്ഞുതരാം. അപ്പൊ ഈ വിഷയം എടുക്കുമ്പോൾ ഉടനെ തന്നെ ദേവസ്വം ബോർഡ് അല്ലെങ്കിൽ ക്രിസ്ത്യൻ ചർച്ച് എന്നൊക്കെ പറഞ്ഞ വിഷയം മാറ്റും. ദേവസ്വം ബോർഡിനും ക്രിസ്ത്യൻ ചർച്ചിനും ഒരു ഭൂമി പോലും പിടിച്ചെടുക്കാനുള്ള അധികാരമില്ല. നേരെ മറിച്ച് വഖഫിന് അങ്ങനെയല്ല. അവർ ചെന്ന് നിന്ന് ഇത് എന്റെ ഭൂമിയാണ്, വഖഫിന്റെ ഭൂമിയാണെന്ന് സംശയം പറഞ്ഞ പിന്നെ അത് വഖഫിന്റെയാണ്. ഇല്ലാത്തൊരു കാര്യം താങ്കൾ ഉണ്ടെന്ന് പറയുന്നത് എങ്ങനെ? ഒരു ഭൂമി വഖഫിന് തോന്നുന്ന ഭൂമി പിടിച്ചെടുക്കാനുള്ള അവകാശം 13 വരെയുള്ള 13 അതാണ് എഴുതി ചേർത്തത്. ഏതെങ്കിലും ഒരു ഭൂമി കാണിച്ചിട്ട് അത് വഖഫിന്റെ ആണെന്ന് പറഞ്ഞിട്ട് വഖഫിന് നാളെ ഏറ്റെടുക്കാനുള്ള ഒരു നിയമം ഇന്ത്യയിൽ ഇതുവരെ ഉണ്ടായിട്ടില്ല. അതല്ലേ 1600 ഏക്കർ കർണാടകത്തിൽ പിടിച്ച് ഇപ്പൊ വഖഫിന്റെ ഏതെങ്കിലും സ്ഥലത്ത് ഭൂമി ഉണ്ടെങ്കിൽ ആ ഭൂമിക്ക് ന്യായമായി വഖഫ് ചെയ്തതാണോ എന്നുള്ള ഭൂമി എന്നുള്ള കാര്യം തെളിയിക്കേണ്ടിയൊക്കെ വരും. അല്ലാതെ നാളെ ഒരാൾ താമസിക്കുന്ന ഭൂമിയിൽ ചെന്നിട്ട് താങ്കൾ ഇങ്ങനെ പറയരുത്. നന്ദകുമാർ, താങ്കൾ എന്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇങ്ങനെ പറയുന്നത്? ക്ഷേത്രം 300 ഏക്കർ നിങ്ങൾ ആര് നിങ്ങൾക്ക് തന്നു? 2500 വർഷം പഴക്കമുള്ള ക്ഷേത്രത്തിന്റെ സ്വത്ത് ആര് വഖഫിന് കൊടുത്തു? അതാണ് വഖഫ് മാഫിയാണെന്ന് പറയുന്നത്. അറിയോ? നിങ്ങൾക്ക് സംശയം തോന്നി കഴിഞ്ഞാൽ ആ ഭൂമി പിടിച്ചെടുക്കുക. ശ്രീ നന്ദകുമാർ, അങ്ങനെ ആർക്കെങ്കിലും സംശയം തോന്നിയ ഒരു ഭൂമി പിടിച്ചെടുക്കാനുള്ള ഒരു നിയമവും എന്തായാലും ഇന്ത്യയിൽ ഉണ്ടായിട്ടുമില്ല. താങ്കൾ പറയുമ്പോൾ യാഥാർത്ഥ്യമില്ലാത്ത കാര്യങ്ങൾ വെറുതെ വ്യാജ പ്രചരണം നടത്തരുത്. നിങ്ങൾ ഈ ഭൂമിയിലല്ല ജീവിക്കുന്നത്, അതുകൊണ്ടാണ് നിങ്ങൾക്ക്. ഞാൻ ജീവിക്കുന്നത് ഈ ഭൂമിയിലാണ്. ഇന്ത്യയിൽ വഖഫ് നിയമത്തിൽ എവിടെയെങ്കിലും വഖഫ് നിയമം അടക്കം ഒരു ഗ്രാമം മുഴുവൻ അവര് ക്ലെയിം ചെയ്തു. അറിയാം, ക്ഷേത്രഭൂമി അടക്കം ഒരു ഗ്രാമം മുഴുവൻ 1600 ക്ഷേത്രഭൂമിയല്ല, ആർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ക്ലെയിം ചെയ്യാം. ഏതെങ്കിലും ഒരു ഭൂമിയുടെ ഉടമസ്ഥാവകാശം വേണമെങ്കിൽ അതിന് കൃത്യമായ നിയമമുണ്ട്. അതാണ് ഇപ്പൊ മാറ്റിയത്. ക്ലെയിം ചെയ്ത അവരുടെയാണ്. അറിയോ? ക്ലെയിം ചെയ്താൽ മാത്രം ഭൂമി കിട്ടുന്ന ഒരു വ്യവസ്ഥ മുമ്പും ഉണ്ടായിരുന്നില്ല. ഉണ്ടായിരുന്നു. 2013 വെറുതെ പറഞ്ഞാൽ അങ്ങനെ ഉണ്ടാവുക. അന്തോമാർ, അത് എവിടെയാണ്? ഏത് വ്യവസ്ഥയിലാണ്? താങ്കൾ ആ വഖഫിന്റെ നിയമത്തിന്റെ വിശദമായ നേരത്തെയുള്ള ബില്ലും ഭേദഗതി 2013 വരുത്തിയത് ഇപ്പോൾ വരുത്തിയ ഭേദഗതിയൊക്കെ വിശദമായി താങ്കൾക്ക് വെബ്സൈറ്റിൽ കിട്ടും. താങ്കൾക്ക് വെബ്സൈറ്റിൽ കിട്ടും വിശദമായി. അത് മേടിച്ച് വായിക്കൂ. അത് ഞാൻ വായിച്ചിട്ട് താങ്കൾ വായിച്ചിട്ടില്ല എന്ന് എനിക്ക് മനസ്സിലായി. താങ്കൾ വായിച്ചിട്ടില്ല, ഉറപ്പാണ്. താങ്കൾ വായിച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ പറയില്ല. 2013 വരെ ഉണ്ടായിരുന്നില്ല. 2013 കോൺഗ്രസ് ഗവൺമെന്റ് അത് എഴുതി ചേർത്തു. താങ്കളുടെ വ്യാഖ്യാനമാണ്. 2013 ഭേദഗതി എന്തായിരുന്നു എന്ന് താങ്കൾ വായിച്ചു കഴിഞ്ഞാൽ വളരെ കൃത്യമായി ഇംഗ്ലീഷിലും മലയാളത്തിലും ഇപ്പോൾ നമ്മുടെ വെബ്സൈറ്റുകൾ ലഭ്യമാണ്. ശരി, ഓക്കെ. ഈ അമിത അധികാരം കിട്ടിയോടുകൂടിയിട്ടാണ്. അത് അമിത അധികാരമോ മറ്റേതൊക്കെ പറയാം. പക്ഷേ ഏതെങ്കിലും ഒരു ഭൂമി കാണിച്ചാൽ അത് വഖഫാണെന്ന് പറഞ്ഞാൽ അവരെ ഏറ്റെടുക്കാൻ നിയമം ഉണ്ടെന്നൊക്കെ പറഞ്ഞാൽ അതെങ്ങനെയാണ്? അതുകൊണ്ടല്ല പാർലമെന്റിലൊക്കെ അങ്ങനെ ഇല്ല. ശ്രീ നന്ദകുമാർ, നിങ്ങൾക്ക് ന്യൂസ് ചെയ്യുന്നത് മനസ്സിലാവാത്തതല്ല. താങ്കൾക്കും എനിക്കും എല്ലാം വായിച്ചു കഴിഞ്ഞാൽ കൃത്യമായി മനസ്സിലാവുന്നത് തന്നെയാണ്. പ്രത്യേക അജണ്ടയുണ്ട്. നിങ്ങൾക്ക് പ്രത്യേക ശരി, ഞങ്ങൾക്ക് അജണ്ട. താങ്കളുടെ അജണ്ട എന്താണെന്ന് താങ്കൾക്ക് മിനിമം അജണ്ട ഉണ്ടായിരിക്കുമ്പോൾ ആ അജണ്ടയെ കുറിച്ചുള്ള കാര്യങ്ങൾ പഠിച്ചിട്ട് വേണം പറയാൻ. പാർലമെന്റിലും അവിടെയൊക്കെ എത്രയോ ചർച്ച ചെയ്ത കാര്യങ്ങളാണ്. ശരി, ഓക്കെ. സംഭവിച്ചു. താങ്കളുടെ അറിവ് അങ്ങനെ തന്നെ ഇരിക്കട്ടെ. ഒരിക്കൽ കൂടി വായിച്ച ആ അറിവ് തിരുത്തുന്നത് നന്നായിരിക്കുമെന്ന് എനിക്ക് തോന്നുന്നു. ശരി, പറയാനുണ്ടെങ്കിൽ ഒരുപാട് ന്യായങ്ങൾ, നല്ല ന്യായങ്ങൾ ഒരുപാടുണ്ട്. അതൊക്കെ വിട്ടിട്ട് ഈ ഇത്തരം വ്യാജ ന്യായങ്ങൾ എന്തിനാണ് ഉന്നയിക്കുന്നത് എനിക്ക് മനസ്സിലാവാത്തത്. നമുക്ക് മറ്റൊരു പ്രേക്ഷകരിലേക്ക് കൂടി പോകേണ്ടതുണ്ട്. അൽത്താഫാണ് വടകരയിൽ നിന്ന്. ശ്രീ അൽത്താഫ്, താങ്കൾ എങ്ങനെയാണ് ഈ വിഷയത്തോട് പ്രതികരിക്കുന്നത്? ശ്രീ അൽത്താഫ് പറയൂ. നസറുദ്ദീനാണ് ചങ്ങനാശ്ശേരിയിൽ നിന്നും. ശ്രീ നസറുദ്ദീൻ, താങ്കൾക്ക് പറയാം. ഞാൻ പ്രതികരിക്കുന്നത് വെച്ചാല് ഈ വഖഫ് അല്ല, പറഞ്ഞോളൂ നസറുദ്ദീൻ, താങ്കൾക്ക് പറയാം. ഓക്കെ. സാറേ, 1947 മുൻപ് അല്ലെങ്കിൽ ആ കാലയളവ് മുതൽ
ഓരോ സമുദായത്തിന്റെയും അധീനതയിലുള്ള ഭൂസ്വത്തുക്കളുടെ രേഖകൾ എടുത്തിട്ട് അത് ശരിയാമണ്ണം സ്റ്റഡി ചെയ്യുവാണെങ്കിൽ ഇതിൻ്റെയൊക്കെ ഇത്ര ഈ പ്രശ്നങ്ങളൊന്നും ഉണ്ടാകേണ്ട കാര്യങ്ങളില്ല. ഇതെല്ലാം നമുക്ക് മനസ്സിലാക്കാവുന്ന കാര്യങ്ങളാണ്. പിന്നെ മുസ്ലിം വിഭാഗത്തിന് എതിരായിട്ടുള്ള എന്തെങ്കിലും ഒരു വിഷയം വന്നു കഴിയുമ്പോഴത്തേനും ബഹുഭൂരിപക്ഷത്തിന്റെ ഭാഗത്ത് നിന്ന്, ബഹുഭൂരിപക്ഷമല്ല, ഒരു കേവല സങ്കുചിത ചിന്തയുള്ള വിഭാഗക്കാരുടെ മുന്നിൽ നിന്ന് ഒരുപാട് ഇതുപോലെ ആക്ഷേപങ്ങളും അധിക്ഷേപങ്ങളൊക്കെ ഒരുപാടുണ്ടാകണം. ഉള്ളതും ഇല്ലാത്തതുമായ കള്ളക്കഥകൾ കെട്ടിച്ചമച്ച് അത് എന്തിനാ പിന്നെ വീഡിയോ പോലെ ആക്കി വരെ പ്രചരിപ്പിക്കുന്നുണ്ട്. ഇതൊക്കെ നമ്മുടെ സംസ്ഥാനത്തിന്റെ ആണെങ്കിലും രാജ്യത്തിന്റെ കേന്ദ്ര ഗവൺമെന്റ് ആണെങ്കിലും ഇതൊക്കെ ഈ വ്യാജമായ വാർത്തകൾ പ്രചരിപ്പിക്കുക, ഇങ്ങനെയുള്ള കാര്യങ്ങൾ വ്യാജമായ രേഖകൾ ഉണ്ടാക്കുകയൊക്കെ ചെയ്യുന്നതിനെ പറ്റിയൊക്കെ ശരിയാമണം ഒരു ഗവൺമെന്റ് വിചാരിച്ചു കഴിഞ്ഞാൽ ഇതിനെതിരെ നമുക്ക് നടപടിയെടുക്കാൻ പറ്റും. ഇതെല്ലാം രാഷ്ട്രീയമായ ഒരു ലക്ഷ്യം വെച്ചുകൊണ്ട് ചെയ്യുന്നതുകൊണ്ടാണ് ഇങ്ങനെയുള്ള താങ്കളുടെ അഭിപ്രായം വ്യക്തമാണ്. സുനിമോൾ പറയുന്നു, മോദിജി പറഞ്ഞത് ശരിയായിരിക്കും. ഭൂമാഫിയ ആണെങ്കിലും അല്ലെങ്കിലും മുനമ്പൻ ജനതയ്ക്ക് അവരുടെ ഭൂമി തിരികെ നൽകണം. പാർട്ടിക്കാർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പഴി പറയുകയാണ്. അത് വളരെ ശരിയാണ്. അവർക്ക് ഭൂമി, അവർ ന്യായമായും അവർ താമസിക്കുന്ന ഭൂമി അവർക്ക് തന്നെ കിട്ടേണ്ടതാണ്. മറ്റൊന്ന്, ചില കമൻറ്റുകൾ കൂടിയുണ്ട്. ഇന്ത്യയിലെ ഹിന്ദു രാജാക്കന്മാർ വിശാല മനസ്സുള്ളവരായിരുന്നു, അതുകൊണ്ട് അവരെല്ലാവർക്കും കൊടുത്തു. പക്ഷേ അവർക്ക് ആരും ഒന്നും കൊടുത്തില്ല എന്ന് പറയുന്നു. ഗോളാന്തര യാത്ര പറയുന്നത്. എന്തായാലും രാജാക്കന്മാർ അങ്ങനെ മെച്ചപ്പെട്ട ആളുകൾ ഒന്നും ആയിരുന്നില്ല. ഇന്ത്യയിലെ അല്ല, ലോകത്ത് എവിടെയായാലും രാജാക്കന്മാരെല്ലാവരും അവർക്കാരും കിട്ടിയില്ല എന്ന് പറഞ്ഞാൽ അവർ തലമുറകളായി ആ തരത്തിൽ ജീവിച്ചവരും അധികാര സൗകര്യത്തിൽ ജീവിച്ചവരും ഒക്കെ തന്നെയാണ്. സാധാരണക്കാരായ അന്നത്തെ ഏത് കാലത്താലും ഉണ്ടായിരുന്ന സാധാരണക്കാരായ മണ്ണിൽ പണിയെടുക്കുന്ന തൊഴിലാളികളുടെ, സാധാരണ ജനങ്ങളുടെ അധ്വാനം ഊറ്റി തന്നെയാണ് അക്കാലത്തെല്ലാം ജീവിച്ചിരുന്നത്. ജനാധിപത്യത്തെ പോലെ ഒരു സംവിധാനമായിരുന്നില്ല ഒരിക്കലും രാജഭരണം എന്നത് മനസ്സിലാക്കിയിരിക്കുന്നത് ശ്രീ ഗോളാന്തര യാത്രയ്ക്ക് നല്ലതാണ്. ഗോളാന്തര യാത്ര എന്നൊക്കെ പേര് വന്നപ്പോൾ മറ്റ് സ്ഥലങ്ങളിലെ കാര്യങ്ങൾ കൂടി ശ്രദ്ധിക്കുന്ന ആളായിരിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. നമുക്ക് എന്തായാലും ഒരു ചെറിയ ഇടവേളയിലേക്ക് പോകേണ്ടതുണ്ട്. ഇടവേളയ്ക്ക് ശേഷം പൊതുവേദി തുടരും. നമസ്കാരം. ന്യൂസ് 18 പൊതുവേദി തുടരുകയാണ്. വഖഫ് നിയമ ഭേദഗതിയെക്കുറിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെ ഇന്ന് അഭിപ്രായങ്ങൾ പറഞ്ഞിരുന്നു. അതിൽ അദ്ദേഹം പറഞ്ഞ ഒരു പ്രധാനപ്പെട്ട വിഷയം, വഖഫ് ഭൂമി ഒരു ഭൂമാഫിയയുടെ കയ്യിലായിരുന്നു. ആ ഭൂമാഫിയ കൊണ്ട് മുസ്ലിം സമുദായത്തിലടക്കം മറ്റ് വിഷയങ്ങൾ കൂടി പറഞ്ഞു. ദളിത് പിന്നോക്ക വിഭാഗങ്ങൾക്ക് മടക്കം കിട്ടുന്നില്ല. മുസ്ലിം സമുദായത്തിലെ സാധാരണക്കാരായ ദരിദ്രരായ മുസ്ലിങ്ങൾക്കടക്കം ഇതുകൊണ്ട് യാതൊരു പ്രയോജനവും ഇല്ല എന്നതുകൂടി പറയുന്നു. സ്വാഭാവികമായും അപ്പോൾ ഉയരുന്ന മറ്റൊരു ചോദ്യം കൂടിയാണ്, സമാനമായ അവസ്ഥ വഖഫ് ഭൂമിക്കുണ്ടെങ്കിൽ മറ്റ് മതങ്ങളുടെയൊക്കെ ആരാധനാലയങ്ങളുടെ ഭാഗമായി ലഭിച്ച ഭൂമി കൊണ്ട് കോടിക്കണക്കിന് ആസ്തി എല്ലാ ആരാധനാലയങ്ങൾക്കും ഉണ്ട്. അത് ക്രിസ്ത്യാനിയുടെ ആയിക്കോട്ടെ, ഹിന്ദുവിൻ്റെ ആയിക്കോട്ടെ, അവരുടെയൊക്കെ ആരാധനാലയങ്ങൾക്ക് അത്ര ആസ്തിയുണ്ട്. ആ സമുദായത്തിലെ, ആ മതത്തിൽപ്പെട്ട ഏറ്റവും സാധാരണക്കാരായ മനുഷ്യർക്ക് അതുകൊണ്ട് ഏതെങ്കിലും തരത്തിൽ പ്രയോജനമുണ്ട്, അല്ലെങ്കിൽ അവരെയൊക്കെ ഇതുകൊണ്ട് സഹായിക്കുന്നതാണ് എന്നൊന്നും തോന്നുന്നില്ല. അങ്ങനെ സഹായിക്കണമെന്നോ ഇല്ലെന്നോ അല്ല, ഓരോരുത്തർക്ക് അത്തരം കാര്യങ്ങളൊക്കെ തീരുമാനിക്കാം. പക്ഷേ എല്ലാവർക്കും ഇത് ബാധകമല്ലേ എന്നുള്ള സംശയം കൂടിയാണ് വരുന്നത്. നമുക്ക് മറ്റൊരു പ്രേക്ഷകനുണ്ട്, താഹിറാണ് വെഞ്ചാറം മൂടുന്നു. ശ്രീ താഹിർ, താങ്കൾക്ക് പറയാം. നമ്മുടെ പ്രധാനമന്ത്രി പറഞ്ഞോട് ഒട്ടും നമുക്ക് യോജിക്കാനായിട്ട് പറ്റത്തില്ല. കാര്യം എന്ന് പറഞ്ഞാല് ഇത് ഭൂമാഫിയയുടെ കയ്യിലാണ് എന്ന് പറയുമ്പോഴേക്ക് അതൊരു അജണ്ടയുടെ ഭാഗമായിട്ട് പറയുന്നതായിട്ടാണ് തോന്നുന്നത്. കാര്യം എന്ന് പറഞ്ഞാല് ഇപ്പൊ ഈ ഇന്ത്യയിൽ ഏകദേശം 10-30 കോടി മുസ്ലിങ്ങളുള്ള അവര് തന്നെ ഈ ഇന്ത്യയിലെ ഒരു മണ്ണിനും അർഹതയല്ല എന്ന് പറയുന്ന പ്രത്യയശാസ്ത്രത്തിന്റെ ഭാഗമായിട്ട് പ്രധാനമന്ത്രി പറയുന്നതായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ശരി, താങ്കളുടെ അഭിപ്രായം വളരെ വ്യക്തമാണ്. കൃഷ്ണൻകുട്ടിയാണ് മണിമലയിൽ നിന്ന്. ശ്രീ കൃഷ്ണൻകുട്ടി, താങ്കൾക്ക് പറയാം. ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ പെട്ടെന്ന് കട്ടിയല്ലേ, നമ്മൾ ഈ കാര്യം ഈ വഖഫ് ഭൂമി എന്താന്നുള്ള കാര്യം നമ്മൾ ഇതുവരെ ഡിഫൈൻ ചെയ്ത് നിങ്ങളുടെ ചാനൽ ഇതുവരെ പറഞ്ഞില്ല. അത് പല ആൾക്കാരും അത് എന്താണെന്ന് മനസ്സിലാക്കാതാണ് പറയുന്നത്. ഈ വഖഫ് ഭൂമി എന്ന് പറയുന്ന കാര്യം ഈ ഇപ്പൊ പറഞ്ഞേക്കുന്ന അനുസരിച്ചിട്ട് ആരെങ്കിലും ഇവർക്ക് വേണ്ടി സംഭാവന ചെയ്യുന്ന ഭൂമിയാണല്ലോ വഖഫ് ഭൂമിയായിട്ട് പറയപ്പെടുന്നത്, അല്ലേ? അതെ. അല്ലാതെ ആരെങ്കിലും കയറി വെട്ടിപ്പിടിക്കുന്ന ഭൂമി അല്ലല്ലോ. ശ്രീ കൃഷ്ണൻകുട്ടി, ഇതൊന്നും ഈ പറയുന്ന ആളുകൾക്കൊന്നും ഇത് അറിയാൻ വയ്യാഞ്ഞിട്ടൊന്നും അല്ല. ഇപ്പൊ എത്രയോ കാലമായി കഴിഞ്ഞ 2-3-4 മാസമായി നിരന്തരം ചാനലുകളിലും പത്രങ്ങളിലും എല്ലാം നിരന്തരം വന്നുകൊണ്ടേയിരിക്കണം. അത് അറിയാൻ വയ്യാഞ്ഞിട്ടൊന്നും അല്ല ഇത് ആരും പ്രതികരിക്കുന്നത്. അറിയാത്ത പോലെ നടിക്കുന്നതാണ്. അതിനകത്ത് ഉറങ്ങുന്നവരെല്ലാം നമുക്ക് ഉണർത്താൻ പറ്റൂ. അല്ലല്ലോ, നമ്മൾ ഈ ചർച്ച തുടങ്ങുമ്പോൾ തന്നെ നമ്മൾ രണ്ട് വാക്യങ്ങളെങ്കിലും പറയണമായിരുന്നു. വഖഫ് ഭൂമി എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നമ്മൾ പറയണം. ഈ പറയുന്നവരൊക്കെ വിചാരിക്കുന്നത് പിടിക്കുന്ന പോലെ ആരോ പോയി വെട്ടിപ്പിടിച്ച ഭൂമിയാണ് വഖഫ് ഭൂമി, അല്ലെങ്കിൽ വഖഫിന്റെ ആരെങ്കിലും വന്ന് ഡിക്ലെയർ ചെയ്യാണ് ഇത്ര ഈ പറഞ്ഞ പഞ്ചായത്ത് മുഴുവൻ എന്റെ ആണെന്ന് പറഞ്ഞാൽ അത് വഖഫ് ഭൂമിയാവും എന്നൊക്കെ രീതിയിൽ സംസാരിക്കുന്ന ആളുകളെ നമ്മൾ കേട്ടില്ലേ? അതൊക്കെ പറയാൻ പാടില്ലല്ലോ കൃഷ്ണൻകുട്ടി. അത് ഞാൻ പറഞ്ഞല്ലോ, അത് അവർക്ക് അറിയാൻ വയ്യാഞ്ഞിട്ട് പറയുന്നതല്ല. അങ്ങനെ
അപ്പൊ ഇനി ഓരോരുത്തരും അവരവരുടെ താല്പര്യങ്ങളൊക്കെ വെച്ച് പല രീതിയിൽ അവരെ അറിയാൻ വയ്യാത്തതുപോലെ നടിക്കും. മുമ്പ് ഒരാൾ പറഞ്ഞത് കേട്ടില്ലേ, ഈ ഭൂമി വഖഫിന്റേതാണെന്ന് ഒരാൾ പറഞ്ഞാൽ അന്നേരം തന്നെ വഖഫിന് അത് ഭൂമിയുടെ ഉടമസ്ഥാവകാശം കിട്ടും എവിടെയെങ്കിലും, അങ്ങനെ ഒരു നിയമം ഉണ്ടായിരുന്നു എന്നൊക്കെ അദ്ദേഹം വാശിയോടുകൂടി വാദിക്കുകയാണ്. ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ പിന്നെ അത് ക്ലിയർ ആക്കി കൊടുക്കാൻ പറഞ്ഞാൽ അത് അംഗീകരിക്കാൻ, ഞാനതാ പറഞ്ഞത്, ഉറങ്ങുന്നവരെ മാത്രമേ ഉണർത്താൻ കഴിയൂ, അല്ലാത്ത ആളുകളെ ഉണർത്താൻ കഴിയില്ല. അപ്പൊ നമ്മൾ ഇച്ചിരി കൂടെ ഡീപ്പായിട്ട് പോകണം ഈ വിഷയത്തിൽ. എന്താന്ന് വെച്ചാല് ഇന്നത്തെ ദിവസം എന്താണ്? ഇന്നത്തെ ദിവസം നമ്മളെ മഹാനായ ഭരണഘടനാ ശില്പിയായ അംബേദ്കറിന്റെ ജന്മദിനമാണ് അല്ലേ? അതെ. ഈ ജന്മദിനത്തിൽ നമ്മൾ സംസാരിക്കേണ്ട വിഷയം എന്തൊക്കെയായിരുന്നു? അംബേദ്കർ എന്തായിരുന്നു, അംബേദ്കർ എങ്ങനെ ജീവിച്ചു, അംബേദ്കർ ഫേസ് ചെയ്ത പ്രശ്നങ്ങൾ എന്തൊക്കെയായിരുന്നു, അംബേദ്കർ എങ്ങനെയൊക്കെ നേട്ടങ്ങൾ ഉണ്ടാക്കി, അംബേദ്കർ ഇന്ത്യയെ സംബന്ധിച്ച് ആരാണ് എന്ന കാര്യങ്ങളൊക്കെ പ്രധാനമന്ത്രി പറയേണ്ടതായിരുന്നു. അത് പറഞ്ഞോ? ഇല്ലല്ലോ. അല്ല, അംബേദ്കറെ കുറിച്ചും അദ്ദേഹം പ്രസംഗിച്ചു. അംബേദ്കർ 155-ാം ജയന്തി ആഘോഷത്തിന്റെ ഭാഗമായി അദ്ദേഹത്തിന്റെ പ്രതിമയിൽ പുഷ്പാർച്ചന നടത്തുകയും അംബേദ്കറെ കുറിച്ച് പ്രസംഗിക്കുകയും അംബേദ്കറെയും കോൺഗ്രസിനെയും കുത്തി സംസാരിക്കുകയും ഒക്കെ ചെയ്തു. അത് അങ്ങനെ കുത്താനൊക്കെ എളുപ്പമാണ്, പക്ഷേ അല്ല, ചെയ്തില്ല എന്ന് നമ്മൾ പറയരുത്. നമ്മൾ വസ്തുത വെച്ചിട്ട് വേണം വിമർശിക്കാൻ. അത് ചെയ്തതാണ് അദ്ദേഹം. പക്ഷെ ഇപ്പൊ ഹൈലൈറ്റ് ചെയ്ത വിഷയം എന്താണ്? അല്ല, അതിനകത്ത് ഇപ്പൊ ഏത് വിഷയം ഹൈലൈറ്റ് ചെയ്താലും സ്വാഭാവികമായിട്ട് ചിലപ്പോൾ അദ്ദേഹം മറ്റേത് വിഷയത്തിൽ കൂടുതൽ പറഞ്ഞാലും വിവാദപരമായ വിഷയങ്ങൾ ഹൈലൈറ്റ് ചെയ്യപ്പെടും. അത് പറഞ്ഞില്ല എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. അദ്ദേഹം അത് കൃത്യമായി തന്നെ പറഞ്ഞു. അതായത് അംബേദ്കർ പറഞ്ഞതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമായിട്ട് ഞാൻ മനസ്സിലാക്കുന്നത്, നമ്മള് ആദ്യമായും അവസാനമായും ഇന്ത്യക്കാരാണ് എന്ന് അംബേദ്കർ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ആ ഒരു താങ്കളുടെ അഭിപ്രായം വ്യക്തമാണ്. നമുക്ക് മറ്റൊരു പ്രശ്നത്തിലേക്ക് കൂടി പോകേണ്ടതുണ്ടോ? ഹസനാണ് ഫോർട്ട് കൊച്ചിയിൽ നിന്ന്. നൗഫലാണ് ഫോർട്ട് കൊച്ചിയിൽ നിന്ന്. ശ്രീ നൗഫൽ, താങ്കൾക്ക് പറയാം. സാറേ നമസ്കാരം. സാറേ നമസ്കാരമുണ്ട്, പറഞ്ഞോളൂ. നേരത്തെ ഒരു പ്രേക്ഷകൻ പറയുന്നുണ്ടായിരുന്നു, നമ്മുടെ പ്രധാനമന്ത്രി പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് സത്യമായിരിക്കുമെന്ന്. നമ്മുടെ പ്രധാനമന്ത്രി മുൻപ് രാജസ്ഥാനിൽ വെച്ച് ഇലക്ഷൻ സമയത്ത് പറഞ്ഞത്, കോൺഗ്രസ് ജയിച്ചു കഴിഞ്ഞാൽ മുസ്ലിങ്ങള് ഹിന്ദു സ്ത്രീകളുടെ താലിമാല വരെ പറിച്ചുകൊണ്ട് പോകുമെന്ന് പറഞ്ഞ മഹാനാണ്. അപ്പൊ അദ്ദേഹത്തിന് ഇത്തരം വർത്തമാനങ്ങൾ ഉണ്ടായില്ലെങ്കിൽ അത്ഭുതമുള്ളൂ. പിന്നെ അദ്ദേഹം പറയുന്നുണ്ടായിരുന്നു സാധാരണക്കാർക്ക് യാതൊരു ഗുണവും ഇല്ലാന്ന്. ഈ ആളുകൾ വഖഫ് ചെയ്യുന്നത് ഈ സ്കൂളുകൾക്കും മദ്രസകൾക്കും പള്ളികൾക്കും അതുപോലെ തന്നെ ഖബർസ്ഥാനുകൾക്കൊക്കെയാണ്. ഇതൊക്കെ ഉപയോഗിക്കുന്നത് പൊതുജനങ്ങളാണ്. സ്കൂളുകളിൽ പിന്നെ വഖഫ് ചെയ്ത സ്കൂളുകളിൽ പഠിക്കുന്നത് പൊതുജനങ്ങളാണ്, സാധാരണക്കാരിൽ ഉൾപ്പെടെ ഉള്ളവർ. അതുപോലെ തന്നെ ഖബർസ്ഥാനിൽ മറമാടുന്നത് സാധാരണക്കാർ ഉൾപ്പെടെ ഉള്ള ആളുകളാണ്. അപ്പൊ സാധാരണക്കാർക്ക് യാതൊരു ഗുണമില്ല എന്ന് പറഞ്ഞ വസ്തുതാപരമായ വിട്ടിട്ടാണ്. മറ്റൊന്ന് വെച്ച് കഴിഞ്ഞാല് ഈ ഭൂമാഫിയ എന്ന് പറഞ്ഞത്, വഖഫ് ബോർഡിന് യാതൊരു ഭൂമിയില്ല. വഖഫ് ബോർഡ് നിലനിൽക്കുന്ന ഏതാനും സെന്റ് ഭൂമിയില്ലാതെ വഖഫ് ബോർഡിന് സ്വന്തമായിട്ടൊരു ഭൂമിയില്ല. സാധാരണക്കാരായ ആളുകൾ വഖഫ് ചെയ്യുന്ന ഭൂമികൾ അന്യാധീനപ്പെട്ടു പോകാതിരിക്കാനുള്ളൊരു പിന്നെ ബോഡി, ഒരു സംരക്ഷണ ചുമതല മാത്രമേ ഉള്ളൂ വഖഫ് ബോർഡിന്. പിന്നെ ഈ 2013 അമെന്റ്മെന്റ് വന്നിട്ട് തന്നെ ഈ മുമ്പ് സച്ചാർ കമ്മീഷൻ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ആയിരക്കണക്കിന് ഏക്കർ ഭൂമികൾ കൂടി പോകേണ്ടതുണ്ട്. സത്താറാണ് കായംകുളത്ത് നിന്നും. ശ്രീ സത്താർ. അതെ, ഹലോ, പറഞ്ഞോളൂ. ഞാന് ഇന്ന് പ്രധാനമന്ത്രിയുടെ ഒരു പ്രസ്താവന ഞാൻ കേട്ടിരുന്നു. ആ പ്രസ്താവന ഒന്ന് തിരുത്തി പറയുക എന്നുള്ളതായിരുന്നു ഏറ്റവും വളരെ പ്രധാനം. കാരണം വഖഫ് എന്ന് പറയുന്നത്, വഖഫ് ഒരു ഭൂമാഫിയൊന്നും അല്ല. പക്ഷെ വഖഫ് ഭൂമികൾ കൂടുതൽ ഇപ്പൊ ഭൂമാഫിയകളുടെ കയ്യിലായിരിക്കുന്നത്. അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഇപ്പം ഈ ഒരു നിയമം വന്നതിന് ശേഷം നമ്മുടെ കണ്ണൂർ ജില്ലയിൽ നിന്നും സർ സയ്യിദ് കോളേജ് ഇന്ത്യയിൽ ആദ്യമായിട്ടായിരിക്കും ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുന്നത്. ആ ഭൂമി ഞങ്ങൾക്ക് വിട്ടുതരണം, വഖഫിന്റെതല്ല എന്ന് പറഞ്ഞു. മുസ്ലിം ലീഗിന്റെ നേതാക്കന്മാർ വരെയാണ് അതിന്റെ കമ്മിറ്റിയിലുള്ളത്. അങ്ങനെയുള്ള ഒരുപാട് വഖഫ് ഭൂമികൾ കയ്യേറി വെച്ചിരിക്കുന്ന ഒരുപാട് ടീമുകളുണ്ട്. ഈ നിയമം കൊണ്ട് അവർക്കൊക്കെ ഒരുപാട് ആൾക്കാർക്ക് ഗുണമുണ്ടാകും. വഖഫിന്റെ പല സ്വത്തുക്കളും ഒരുപാട് സ്ഥലങ്ങളിൽ വാടകയ്ക്ക് എടുത്തേക്കുന്ന, പഴയ കാലത്ത് വാടകയ്ക്ക് എടുത്തേക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. ശ്രീ സത്താർ, അത്തരം വിഷയങ്ങളിലൊക്കെ അല്ലേ നമ്മളെ വഖഫിന്റെ വിഷയത്തിലേക്ക് അദ്ദേഹം പറഞ്ഞ ഒരു വിഷയം താങ്കളത് കേൾക്കൂ. അദ്ദേഹം പറഞ്ഞൊരു വിഷയം വഖഫിന്റെ ഭൂമികൾ കയ്യേറി വെച്ചിരിക്കുന്നത്. ഞാൻ പറയട്ടെ ശ്രീ സത്താർ, പ്രധാനമന്ത്രി പറഞ്ഞത് വഖഫിന്റെ ഭൂമി കൊണ്ട്, വഖഫിന്റെ കയ്യിൽ ഇരിക്കുന്ന ഭൂമി കൊണ്ട് സാധാരണക്കാരായ ദരിദ്രരായ മുസ്ലിം സമുദായത്തിന് ഏതെങ്കിലും തരത്തിൽ പ്രയോജനമുണ്ടോ എന്നുള്ളൊരു ചോദ്യമാണ് ഉന്നയിച്ചത്. ഒരു സമുദായത്തിന്റെയും ഭൂമി കൊണ്ട് സാധാരണക്കാരായ ദരിദ്രർക്ക് ഒരു പ്രയോജനമില്ല. മുസ്ലിം സമുദായത്തിലെ ഈ സമ്പന്ന വിഭാഗത്തിനേ ഉള്ളൂ വഖഫ് ഭൂമികൾ കൊണ്ട് പ്രയോജനം. കാരണം അവർ വാടകയ്ക്കെടുത്ത് കോളേജും
സ്കൂളും അതൊക്കെ നടത്തുന്നു, അവരതിൽ നിന്ന് ബെനിഫിറ്റ് ഉണ്ടാക്കുന്നു. ഇന്ന് മുസ്ലിം സമുദായത്തിന്റെ പേരിൽ ഒരുപാട് സംഘടനകൾ കോളേജും സ്കൂളുകളും ഒക്കെ നടത്തുന്നുണ്ട്. 25-50 ലക്ഷം രൂപ കൊടുക്കാതെ ഏതെങ്കിലും പാവപ്പെട്ട മുസ്ലിങ്ങൾക്ക് അവിടെ ജോലി കിട്ടുമോ? കിട്ടത്തില്ല. സമുദായത്തിന്റെ ഇത് പറയും. പക്ഷേ ജോലി വേണമെങ്കിൽ ഈ വഖഫ് ഭൂമിയിലൊക്കെ നടക്കുന്ന സ്ഥാപനത്തിൽ ജോലി വേണമെന്നുണ്ടെങ്കിൽ ലക്ഷക്കണക്കിന് എണ്ണി കൊടുക്കണം സമുദായത്തിന്റെ ആൾക്കാരാണെങ്കിൽ പോലും. ശരി, താങ്കൾ പറഞ്ഞ വളരെ ഗൗരവമായ ഒരു വിഷയം തന്നെയാണ്. ഏത് സമുദായവും അതിന്റെ പേരിലൊക്കെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും മറ്റേതുമൊക്കെ തുടങ്ങുമ്പോൾ അവിടെ നിന്ന് പാവപ്പെട്ട അവിടുത്തെ സമുദായത്തിൽപ്പെട്ട പാവപ്പെട്ട വിദ്യാർത്ഥികൾക്കോ അല്ലെങ്കിൽ ഉദ്യോഗാർത്ഥികൾക്കോ ജോലിയോ അല്ലെങ്കിൽ വിദ്യാഭ്യാസ അവസരമൊക്കെ എത്രത്തോളം കിട്ടുന്നുണ്ട് അല്ലെങ്കിൽ നൽകുന്നുണ്ട് എന്നുള്ള ചോദ്യം വളരെ പ്രധാനപ്പെട്ടത് തന്നെയാണ്. ഏത് മതമായാലും നടത്തുന്നതിൽ മഹാഭൂരിപക്ഷം പേരും ഈ പറയുന്നത് പോലെ സാധാരണ ആളുകളെ സഹായിക്കാനാണോ അതോ സാമ്പത്തിക ലാഭത്തിനാണോ എന്നൊക്കെ ചോദിച്ചാൽ സാമ്പത്തിക ലാഭത്തിനാണ് എന്നുള്ള ഉത്തരം ഭൂരിപക്ഷം സ്ഥലത്തും പറയേണ്ട ഒരു അവസ്ഥയിൽ കൂടിയാണ് കടന്നു പോകുന്നത് എന്നതും യാഥാർത്ഥ്യമാണ്. നമുക്ക് മറ്റൊരു പ്രശ്നത്തിലേക്ക് കൂടി പോകേണ്ടത്. രാധാകൃഷ്ണനാണ് ചാത്തന്നൂരിൽ നിന്ന്. ശ്രീ രാധാകൃഷ്ണൻ, താങ്കൾക്ക് പറയാം. എനിക്ക് പറയാനുള്ളത്, നേരത്തെ നമ്മുടെ ഒരു സുഹൃത്ത് പരോക്ഷമായിട്ട് പറഞ്ഞു, സ്വാഭാവികമായിട്ടും ഇന്ത്യയുടെ ഇപ്പോഴത്തെ പ്രധാനമന്ത്രി വഖഫിനെ കുറിച്ചല്ലേ പറയൂ. വടക്കേ ഇന്ത്യയിൽ എത്രയോ മഠാധിപതികൾക്ക് കോടിക്കണക്കിന് രൂപയുടെ സ്വത്ത് അതാത് സംസ്ഥാനങ്ങൾ, അത് BJP മാത്രമല്ല കേട്ടോ, അത് സമാജ്വാദി പാർട്ടി ആയാലും മറ്റ് ജനതാദൾ പലതരത്തിലുള്ള പ്രാദേശിക പാർട്ടികളും അവരുടെ അധികാരം നിലനിൽക്കുന്ന കാലത്ത് ഹൈന്ദവീയതയ്ക്ക് വേണ്ടി കോടിക്കണക്കിന് രൂപയുടെ മഠങ്ങളും അതുപോലെ തന്നെ മഠങ്ങൾ സ്ഥാപിക്കാനുള്ള സ്ഥലങ്ങളും ഒക്കെ വടക്കേ ഇന്ത്യയിൽ കൊടുത്തിട്ടുണ്ട്. പ്രധാനമന്ത്രിയെ പോലെ ഒരാൾ വഖഫിനെ കുറിച്ച് പറയുമ്പോൾ സ്വാഭാവികമായിട്ട് നമുക്ക് ഊഹിക്കാമല്ലോ, ക്ഷീരമുള്ളവർ അകിടിന് ചുവട്ടിലും ചോര തന്നെ കൊതുകിന് സംശയം, കൊതുകിന് കൗതുകം. മറ്റെല്ലാ സമുദായം ഞാൻ നോക്കട്ടെ, അദ്ദേഹം എന്തുകൊണ്ട് ഇവിടെ തന്നെ കേരളത്തിൽ വഖഫിനെ കുറിച്ച് എല്ലാ രാഷ്ട്രീയ പാർട്ടികളും സംസാരിക്കുന്നത്? എന്തുകൊണ്ടാണ് ചങ്ങനാശ്ശേരിയിലെയും പാണക്കാടെയും അല്ലെങ്കിൽ ചേർത്തലയിലുമുള്ള മഠാധിപതികളെ കുറിച്ച്, മഠാധിപതി ഞാൻ അതിശയോക്തി പറഞ്ഞു, എന്തുകൊണ്ട് പറയുന്നില്ല? തികച്ചും വർഗീയതയാണ്. അത് വഖഫ് മാത്രമല്ല, എന്റെ വ്യക്തിപരമായ അഭിപ്രായം, ഇവിടെ പണ്ട് രാജാക്കന്മാരാണ്, രാജഭരണം ആയിരുന്നല്ലോ നമ്മുടെ ചരിത്രം പഠിക്കുമ്പോൾ, രാജാക്കന്മാരല്ലേ ഈ സ്വത്തുക്കളുടെ ജനാധിപത്യത്തിന് കൈമാറിയത്, ജനാധിപത്യ സംവിധാനത്തിലേക്ക് കൈമാറിയത് എന്ന് കാര്യം ഇന്ന് രാജാക്കന്മാരാരെങ്കിലും വരുമ്പോൾ നമുക്ക് കൊടുക്കാൻ പറ്റുമോ? അപ്പൊ ഇത് തികച്ചും വർഗീയമായി ചിന്തിക്കുന്നുണ്ട് വഖഫ് എന്ന് പറയുന്നത്. എന്തുകൊണ്ട് പ്രധാനമന്ത്രി വടക്കേ ഇന്ത്യൻ സംസ്ഥാനങ്ങളിലെ ഹിന്ദു മഠങ്ങളെ അജയകുമാറാണ് ചങ്ങനാശ്ശേരിയിൽ നിന്നും. ശ്രീ അജയകുമാർ, താങ്കൾക്ക് എന്താണ് വിഷയത്തിൽ പറയാനുള്ളത്? അല്ല, ഇപ്പൊ എനിക്ക് മുമ്പ് സംസാരിച്ച ഒരു സുഹൃത്താണ്, ഞാൻ ആരെയും അങ്ങനെ കോട്ട് ചെയ്യാറില്ല. ചങ്ങനാശ്ശേരി മഠാധിപതി എന്നൊക്കെ പറഞ്ഞിട്ട് എന്തൊക്കെയോ അദ്ദേഹം മോശം വർത്തമാനങ്ങൾ പറയാൻ ശ്രമിക്കുന്നതുണ്ട്. അതൊന്നും വേണ്ട, ആ ലെവലിലൊന്നും അല്ല വഖഫ് കാര്യങ്ങൾ. മോശമായിട്ടൊന്നും പറഞ്ഞില്ലല്ലോ. അല്ലല്ല, വഖഫ് കാര്യങ്ങൾ പറയുമ്പോൾ നമ്മൾ അവിടെ എവിടെയും തുടിച്ച് പോകേണ്ട കാര്യമില്ല. പറഞ്ഞത് വളരെ വ്യക്തമാണ്. അതിനകത്ത് പ്രത്യേകിച്ച് ഇന്ത്യയിലെ മറ്റു പല സ്ഥലങ്ങളിലുമൊക്കെ പല മഠങ്ങളുടെ പേരിലുമൊക്കെ ഏക്കർ കണക്കിന് ഭൂമിയുണ്ട്. അതൊന്നും അവിടുത്തെ ആ മതത്തിൽപ്പെട്ട സാധാരണക്കാരായ ആളുകൾ കൊടുത്തിട്ടില്ല. അതിന് ഹിന്ദു മതത്തിന്റെ ആയാലും ക്രിസ്ത്യൻ മതത്തിന്റെ ആയാലും മുസ്ലിം മതത്തിന്റെ ആയാലും അതിന് യാതൊരു വ്യത്യാസവുമില്ല. അതൊന്നും പറയാൻ മടിക്കാനും അതിനൊന്നും ആരെയും ഒരാൾ പറയുന്നതിന് മടിക്കേണ്ട കാര്യമില്ല. അല്ല, ബൈ റൂൾ ഇന്ത്യ നമ്മുടെ ഈ രാജ്യത്തെ ലാൻഡ് മുഴുവൻ സർക്കാരിന്റെയാണ്, അല്ലെ? നമ്മുടെ ഈ രാജ്യത്തെ ലാൻഡ് മുഴുവൻ സർക്കാരിന്റെയാണ്. സർക്കാർ പല അവസരങ്ങളിലും പലർക്കും കൊടുത്തിട്ടുണ്ട്, വ്യക്തികൾക്കും കൊടുത്തിട്ടുണ്ട്, സമുദായങ്ങൾക്കും കൊടുത്തിട്ടുണ്ട്. അതെല്ലാം ഉണ്ട്. അല്ല, അത് ഞാൻ അതിന്റെ ഒരു സ്പിരിറ്റ് പറഞ്ഞത് താങ്കൾക്ക് ഉൾക്കൊള്ളാൻ കഴിയാഞ്ഞിട്ടൊന്നും അല്ലല്ലോ. അല്ലല്ല, അത് അത്രേ ഉള്ളൂ. അതിനകത്ത് വേറൊരാൾക്ക് കൂടുതൽ കൊടുത്തു. അത് തന്നെയല്ലേ പറഞ്ഞത്, ഒരാൾക്ക് കൂടുതൽ കൊടുത്തോ കുറവ്. ഈ ഭൂമി കൈവശം വെച്ചേക്കുന്നത്, സ്വത്ത് കൈവശം വെച്ചേക്കുന്നവരുടെ കണക്കെടുത്താൽ ഇന്ത്യയിലെ എല്ലാ മതങ്ങളും ആ മതങ്ങളുടെ അധികാരികളായിരിക്കുന്നവർ കോടിക്കണക്കിന് സ്വത്ത് കൈവശം വെച്ചിട്ടുണ്ട്. ആ സ്വത്ത് കൊണ്ട് ആ മതത്തിലൊന്നും പെട്ട, അതിന് ഏത് മതവും പറയുന്നില്ല, ഏത് മതമായാലും ആ മതത്തിലൊന്നും പെട്ടത് ഏറ്റവും സാധാരണക്കാരായ മനുഷ്യർക്ക് എത്ര പ്രയോജനമുണ്ട് എന്ന് ചോദിച്ചാൽ കാര്യമായ പ്രയോജനമില്ല എന്ന് തന്നെ പറയേണ്ടി വരും. അത് പലപ്പോഴും ഇതൊക്കെ അവരുടെ മുഖത്ത് നോക്കി പറയാൻ സാധാരണക്കാരായ ആളുകൾക്ക് ഭയമായതുകൊണ്ട് പറയുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. പൊതുവേദി ആയതുകൊണ്ട് ആളുകൾക്ക് അവർക്ക് നഷ്ടപ്പെടാനുള്ള സാധാരണ മനുഷ്യരാണ്, അതുകൊണ്ട് അവർ തുറന്നു പറയുന്നു, അത്രേ ഉള്ളൂ. രാഷ്ട്രീയ നേതാക്കളാണെങ്കിൽ പറയില്ല. ഇതിനകത്ത് ഭയത്തിന്റെ വിഷയമൊന്നുമില്ലല്ലോ. ലീഗലായിട്ട് നമുക്ക് ചോദിക്കാനുള്ളതും പറയാനുള്ളതും. ലീഗലായിട്ട് ഇതിനകത്ത് എന്ത് ചെയ്യാൻ പറ്റും? ഒരിടത്ത് ഭൂപരിഷ്കരണം നടപ്പാക്കാത്ത ഒരു സംസ്ഥാനത്ത് ഭൂമി കൈവശം വെച്ച് ലീഗലായി ഒന്നും ചെയ്യാനില്ല. ലീഗലായി അവരുടെ കയ്യിൽ തന്നെ ഭൂമിയാണ്. ഞാൻ ചോദിക്കട്ടെ, ഭൂപരിഷ്കരണ നിയമം നടപ്പാക്കിയ ഒരു സംസ്ഥാനമല്ലേ കേരളം? അതെ. അപ്പം അവിടെ അങ്ങനെ ഉണ്ടായിരുന്നുവെങ്കിൽ, അങ്ങനെ ഏതെങ്കിലും മതങ്ങളുടെ കൈവശം, ഈ പറഞ്ഞ മതങ്ങളുടെ കൈവശം അനധികൃതമായ ഭൂമി ഉണ്ടായിരുന്നെങ്കിൽ അനധികൃതമായ ഭൂമി എന്നല്ലല്ലോ പറഞ്ഞത്. അദ്ദേഹം പറഞ്ഞത് വളരെ സ്പിരിറ്റ് വളരെ കൃത്യമല്ലേ. ഇന്ത്യയിൽ അങ്ങനെ സമ്പത്ത് കൈവശം വെച്ചിരിക്കുന്നത് ഇപ്പൊ പറഞ്ഞ വഖഫ് ബോർഡിന്റെ കയ്യിൽ ഭൂമിയുണ്ട്, അതുകൊണ്ട് സാധാ മുസ്ലിമിന് ഏതെങ്കിലും തരത്തിൽ ദരിദ്രരായ മുസ്ലിം പ്രയോജനം ഉണ്ടോ എന്നുള്ള ചോദ്യമാണ്. ഇതേ ചോദ്യം തന്നെ ഇന്ത്യയിലെ എല്ലാ മതത്തിലെയും സ്വത്തിൽ ബാധകമാണ് എന്ന് മാത്രമാണ് അദ്ദേഹം പറഞ്ഞത്. കിരൺ, ഞാൻ അതിലേക്ക് തന്നെയാണ് വരുന്നത്. നമ്മുടെ രാജ്യത്തെ സ്വത്തുക്കൾ മുഴുവൻ നമ്മുടെ സർക്കാരിന്റെയാണ്. ഈ സർക്കാർ ലീഗലൈസ് ചെയ്ത് കൊടുത്തിട്ടുള്ളതാണ് ബാക്കി എല്ലാവർക്കും. അത് ലീഗലൈസ് ചെയ്ത് കൊടുക്കാതെ ആരുടെയെങ്കിലും കയ്യിലുണ്ടെങ്കിൽ അതാണ് നിയമം മൂലം തിരുത്തേണ്ടി വരുന്നത്. അത്തരം ഒരു നിയമം ഈ രാജ്യത്ത് നിലനിൽപ്പില്ലായിരുന്നു. ആ ഒരു നിയമത്തിനകത്ത് അതിനാവശ്യമായ പരിഷ്കൃത സമൂഹത്തിന് ആവശ്യമായ
ചേഞ്ചസുമായിട്ടാണ് പുതിയ അല്ല അങ്ങനെയാണെങ്കിൽ അത് തന്നെയാണ് ശ്രീ അജയകുമാർ ചോദ്യം. അങ്ങനെയാണെങ്കിൽ ഈ പറയുന്ന എല്ലാ സമുദായത്തിലും പെട്ട ഇപ്പോഴും ഭൂമിക്ക് അവകാശമില്ലാത്ത മഹാഭൂരിപക്ഷം പേര് വരുന്ന ഇന്ത്യയിലെ കണക്കെടുത്തു കഴിഞ്ഞാൽ അതിൽ മഹാഭൂരിപക്ഷം പേരും ദളിതരോ ആദിവാസികളോ പിന്നാക്ക വിഭാഗത്തിൽപ്പെടുന്നവരൊക്കെയാണ്. അവർക്കൊന്നും ഇന്നും ഭൂമിയുടെ പൂർണ്ണമായ അവകാശമൊന്നുമില്ല. കേരളത്തിന്റെ അവസ്ഥയല്ലല്ലോ ഇന്ത്യയിലെ മറ്റു സംസ്ഥാനങ്ങളിലൊന്നും. അവിടെയൊക്കെ അവർക്കാണ് ഭൂമിയുടെ അവകാശമില്ലാത്ത. അവർക്കൊക്കെ ഭൂമിയുടെ അവകാശത്തിന് വേണ്ടിയും കൂടെ നിയമം ഉണ്ടാക്കണ്ടേ? നമ്മൾ ദളിതരും ആദിവാസികളുടെയും കാര്യം പറയുമ്പോൾ തന്നെ അതുപോലെ തന്നെ ഭൂരിപക്ഷ സമുദായത്തിലുള്ള ഒരു സെന്റ് ഭൂമി പോലും സ്വന്തമായിട്ടില്ലാത്ത, അല്ലെങ്കിൽ കേവലം 1-2 സെന്റിന് അതൊക്കെ 1-2 അങ്ങനെയുള്ളവരുടെ എണ്ണം കുറവായിരിക്കും. പക്ഷേ ദളിതരുടെയും ആദിവാസികളുടെ അവസ്ഥ അതല്ലല്ലോ. ആ വിഭാഗത്തിൽപ്പെടുന്ന മഹാഭൂരിപക്ഷം പേർക്കും ഈ പറയുന്ന പോലെ ഭൂമിയില്ല. അല്ല, അവർക്ക് സാധാരണക്കാരെ പോലെ ജീവിക്കാനുള്ള ജീവിത സൗകര്യങ്ങളില്ല. അവർക്ക് ഉണ്ടായിരുന്ന ഭൂമിയിലെ അവകാശം കൈവശപ്പെടുത്തിയതല്ലേ ഈ മറ്റുള്ളവരൊക്കെ? യഥാർത്ഥത്തിൽ അവരുടെ ഭൂമി കൈവശപ്പെടുത്തിയതല്ലേ? ആദിവാസികളുടെ ഭൂമി കൈവശപ്പെടുത്തിയതല്ലേ? ഈ കേരളത്തിലായാലും ഇന്ത്യയിലെ മറ്റേത് സംസ്ഥാനത്തായാലും ഒക്കെ ഭൂമിയിൽ പണിയെടുത്തിരുന്ന മനുഷ്യന്റെ ഭൂമി കൈവശപ്പെടുത്തിയതല്ലേ മറ്റുള്ളവരെല്ലാം സമ്പന്നരായത്? അല്ല, ഇപ്പൊ നമ്മൾ ഈ 47 നമുക്ക് സ്വാതന്ത്ര്യം കിട്ടിയ സമയം തൊട്ട് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആ അതേ സ്ലോഗനാണ് ഇപ്പോഴും കിരൺ പറയാൻ ശ്രമിക്കുന്നതും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ശരി, ഓക്കെ. ഇതുവരെ അതിനൊരു മാറ്റം വന്നിട്ടില്ല. മാറ്റം വരണമെന്നാണ്. അത്തരം കാര്യങ്ങൾ കൂടിയൊക്കെ ഇത്തരം അഭിപ്രായം പറയുന്നവർക്ക് ഇതിലൊക്കെ വികാരം കൊണ്ട് താങ്കൾ ആദ്യം പറഞ്ഞുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. അങ്ങനെ വികാരം കൊള്ളേണ്ട കാര്യമില്ല. ഇത്തരം കാര്യങ്ങളൊക്കെ യാഥാർത്ഥ്യമാണ്. അത് പറയും ആളുകൾ. വികാരം കൊണ്ടതല്ല, അതിനകത്തിൽ വാസ്തവ വിരുദ്ധമായ കാര്യം പറയുമ്പോൾ അത് തിരുത്തി പോകണം. ശരി, ഓക്കെ. അത് വാസ്തവ വിരുദ്ധമൊന്നുമല്ല. അദ്ദേഹം പറഞ്ഞതിന്റെ സ്പിരിറ്റ് സാധാരണ ഏത് മനുഷ്യർക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്നതാണ്. ശ്രീ അജയകുമാർ, ശരി, നമുക്ക് ഒരു ചെറിയ ഇടവേളയിലേക്ക് പോകേണ്ടതുണ്ട്. ഇടവേളയ്ക്ക് ശേഷം ന്യൂസ് 18 പൊതുവേദി തുടരും. ശ്രീ അൽത്താഫാണ് വടകരയിൽ നിന്നും. ശ്രീ അൽത്താഫ്, താങ്കൾ ഈ വിഷയം കേട്ട് കാണുമല്ലോ. താങ്കൾക്ക് എന്താണ് ഈ പ്രസ്താവനയോട് പ്രതികരിക്കാനുള്ളത്? എന്ന് വെച്ചാൽ ഒരാള് വഖഫ് ഭൂമി വിശ്വാസപരമായിട്ട് ഭൂമി വഖഫ് ചെയ്ത് കഴിഞ്ഞാൽ, ഹലോ കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നുണ്ട്, പറഞ്ഞു. ഒരാള് വിശ്വാസപരമായിട്ട് ഭൂമി വഖഫ് ചെയ്ത് കഴിഞ്ഞാൽ അത് ആ വഖഫായി മാറി. ശ്രീ അൽത്താഫ്, നമ്മൾ എങ്ങനെ വഖഫ് ആയില്ല എന്നുള്ളതല്ല നമ്മുടെ ചർച്ച. നമ്മളുടെ ചർച്ച നേരത്തെ തന്നെ ഞാൻ പറഞ്ഞിരുന്നു. വഖഫ് ഭൂമി കൊണ്ട് ആളുകൾ വഖഫിന്റെ കയ്യിൽ ലക്ഷക്കണക്കിന് ഹെക്ടർ ഭൂമിയുണ്ട്. ഇങ്ങനെ ഈ ഭൂമി ഉണ്ടായിട്ട് സാധാരണക്കാരായ മുസ്ലിമിന് ഏതെങ്കിലും തരത്തിൽ അതിൽ പ്രയോജനം ഉണ്ടാകുന്നില്ല എന്നുള്ളൊരു വിമർശനമാണ് ഉന്നയിച്ചത്. സാധാരണ ജനങ്ങൾക്ക് പ്രയോജനം ഉണ്ടാകാത്ത കാരണം വഖഫിന്റെ ഈ ഭൂമിയിൽ മറ്റുള്ളവർ കൈകടത്തുന്നതുകൊണ്ടാണല്ലോ. അതുകൊണ്ടൊന്നും അല്ലല്ലോ. അല്ലാതെ കൈകടത്താതെ തന്നെ ഭൂമി ആവശ്യം പോലെ ഉണ്ടല്ലോ. ഇല്ല, കൈകടത്തുന്നത് കൊണ്ട് മാത്രമാണ്. കൈകടത്താതെ തന്നെ ഭൂമി ആവശ്യം, ഭൂമി വഖഫിന് ആ തരത്തിലേക്കുള്ള ഭൂമിയൊക്കെ ഉണ്ടല്ലോ. അത് കൈകടത്തുന്നതും അത് കൈകടത്താത്തത് കൊണ്ടൊന്നും അല്ലല്ലോ. കാരണം ഞാൻ പറയാൻ കാരണം, ഞാൻ ഈ വഖഫ് ഭൂമി സംബന്ധമായിട്ട് ഞാനൊരു കേസ് ഇപ്പൊ നടന്നുകൊണ്ടിരുന്നതാണ്. ശരി, ശ്രീ സൈനദാസനാണ് കോഴിക്കോട് നിന്ന്. ശ്രീ സൈനദാസൻ, താങ്കൾക്ക് ഈ വിഷയത്തിൽ എന്താണ് പറയാനുള്ളത്? പറഞ്ഞു. നമസ്കാരം സാർ. നമസ്കാരം. ഹാപ്പി വിഷു. പിന്നെ മോദിജി പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൽ എന്തെങ്കിലും കാര്യം ഉണ്ടാവും. പക്ഷെ അത് മെല്ലെ എല്ലാവർക്കും മനസ്സിലാവുള്ളൂ. കേട്ടില്ലേ? അദ്ദേഹം പറഞ്ഞാൽ അത് ചെയ്തിരിക്കും. കുറച്ചു കാലം കഴിയുമ്പോൾ ഈ നിയമമൊക്കെ ശരിക്കും പ്രാബല്യത്തിൽ വരും. ഒരു സംശയവും വേണ്ട. ഇതൊരു സർജിക്കൽ സ്ട്രൈക്കാണ് സാറ് കരുതിയാൽ മതി. നമസ്കാരം. ശരി, ഓക്കെ. താങ്കളുടെ അഭിപ്രായം അങ്ങനെ. നമുക്ക് മറ്റു പ്രേക്ഷകരിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മുടെ സമയം അവസാനിക്കുകയാണ്. എന്തായാലും പ്രേക്ഷകരുടെ ഭാഗത്തു നിന്ന് തികച്ചും വ്യത്യസ്തമായ അഭിപ്രായ പ്രകടനങ്ങളാണ് ഉണ്ടായത്. സ്വാഭാവികമാണ്. ഹൈലി പൊളിറ്റിക്കലായ ഒരു വിഷയം കൂടിയാണ്. അപ്പോൾ വ്യത്യസ്ത അഭിപ്രായങ്ങൾ ഉണ്ടാവും എന്നത് സാധാരണമാണ്. മറ്റൊരു വലിയ പ്രതീക്ഷ നൽകുന്നതിൻ്റെ ഘടകം പലപ്പോഴും ഈ ചില മതങ്ങളെയോ അല്ലെങ്കിൽ ഏത് മതമായാലും മതങ്ങളെയൊക്കെ പറയാൻ പലപ്പോഴും രാഷ്ട്രീയ നേതാക്കൾക്കൊക്കെ ഭയമുണ്ട്, അല്ലെങ്കിൽ വോട്ട് ബാങ്ക് രാഷ്ട്രീയത്തെയൊക്കെ ഭയമുണ്ട്. പൊതുവേദി പോലെ ഒരു വേദിക്ക് സാധാരണക്കാരായ മനുഷ്യരാണ് പ്രതികരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അവർ ഷാർപ്പായി ഇത്തരം വിഷയങ്ങളിലൊക്കെ പ്രതികരിക്കും. അതിന് ഏത് മതമായാലും ആ മതത്തിൻ്റെ ഏതെങ്കിലും വോട്ട് മേടിക്കാൻ വേണ്ടി നിൽക്കുന്നവരല്ല മഹാഭൂരിപക്ഷം വരുന്ന സാധാരണക്കാരായ മനുഷ്യർ. അവരുടെ അത്തരം പ്രതികരണങ്ങൾ സ്വാഭാവികമായും ജനങ്ങളുടെ ചിന്ത കൂടിയാണ് എന്നത് ഈ നേതാക്കൾ കൂടി തിരിച്ചറിയുന്നത് നന്നായിരിക്കും എന്ന് തോന്നുന്നു. എന്തായാലും നാളെയും ഇതേ സമയം ന്യൂസ് 18 പൊതുവേദി മറ്റൊരു വിഷയവുമായി.